أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. ആദരണീയരായ സത്യവിശ്വാസികളെ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുകയും പവിത്രമായ വിശ്വാസം ഉൾക്കൊണ്ട് ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് തനതായ രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് വിശ്വസിക്കുകയും അതിനോട് കൂറുപുലർത്തുന്ന ജീവിതം നയിക്കുകയും തൗഹീദ് പ്രബോധനം നടത്തുകയും തൗഹീദിൻ്റെ കലിമത്ത് ഉരുവിട്ട് മരണമടയുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിലെ നമ്മുടെ ചെറുതും വലുതുമായ മുഴുവൻ പുണ്യചലനങ്ങളും അളവില്ലാത്ത പ്രതിഫലം നൽകി പരമാധികാരിയായ പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പാപമോചനവും അതുവഴി നരകമോചനവും ഉറപ്പുവരുത്താനുള്ള
സുവർണ സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പെരുന്നാളിന് ഇനിയും 2 ദിവസമുണ്ട്. ഇപ്പോൾ തന്നെ പെരുന്നാളായി എന്ന മട്ടിൽ റമദാനിനെ ഇനിയുള്ള മണിക്കൂറുകളിൽ അവഗണിക്കരുത് എന്നാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചിലർക്ക് 27-ാം രാവ് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞു. പിന്നെ പെരുന്നാളിനുള്ള ഒരുക്കവും അങ്ങാടിയിൽ നിറങ്ങലും അതേപോലെ തന്നെ പേരിന് പകലൊരു പട്ടിണിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് റമദാൻ അതിൻ്റെ അവസാനത്തെ ആ സന്ദർഭം വരെ വിട്ടുകളയരുത്. റമദാനിൻ്റെ പുണ്യം മാസപ്പിറ ദർശിക്കുന്നത് വരെ ഉണ്ട്. അത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ വാഗ്ദാനമാണ്. എന്തെങ്കിലും പോരായ്മകൾ കഴിഞ്ഞ നാളുകളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാനുള്ള ജാഗ്രതയും കൂടുതൽ സജീവതയുമാണ് ഈ രാപ്പകലുകൾ നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖദ് അഫ്ലഹ മൻ തസക്ക, ശുദ്ധി നേടിയവനാണ് വിജയിച്ചത്. വദകറ സ്മ റബ്ബി, തന്റെ രക്ഷിതാവിനെ സ്മരിച്ചു. ഫസ്വല്ല, എന്നിട്ട് നമസ്കരിച്ചു. അങ്ങനെയുള്ളവനാണ് വിജയം നേടിയത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. വൽ ആഖിറതു ഖൈറും വ അബ്ഖ, പാരത്രികം അതാണ് മികച്ചതും എന്നെന്നും ബാക്കിയുണ്ടാകുന്നതും. നമുക്കെല്ലാം മനഃപ്പാടമുള്ള, നിരന്തരമായി നാം കേൾക്കുന്ന, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കേട്ടുകൊണ്ടേയിരിക്കുന്ന ആയത്തുകളാണ്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ വന്നിരിക്കണം. ഖദ് അഫ്ലഹ മൻ തസക്ക, ശുദ്ധി നേടിയവൻ വിജയിച്ചു. റമദാനിലൂടെ ഏറ്റവും പ്രധാനമായി നാം നേടിയെടുത്തത് നമ്മുടെ ഹൃദയത്തെ വിമലീകരിക്കുക, ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വത്തിനെയും നമ്മൾ ശുദ്ധീകരിച്ചു. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള സക്കാത്ത് പൊതുവെ ശുദ്ധീകരിക്കലാണ്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഫിത്ർ സക്കാത്തും. അത് നോമ്പുകാരന് പ്രത്യേകം ശുദ്ധിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. തുഹറത്തൻ ലിസ്വാഇമീൻ, അത് നോമ്പുകാർക്ക് വിശുദ്ധി എന്ന് പരിചയപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ ഖദ് അഫ്ലഹ മൻ തസക്ക, സക്കാത്ത് കൊടുത്തവൻ വിജയിച്ചു. വദകറ സ്മ റബ്ബി, തന്റെ രക്ഷിതാവിനെ സ്മരിച്ചു. നോമ്പുകാലത്ത് മറ്റേത് കാലത്തെക്കാളുമേറെ നാം ദിക്റുകളിലാണ്. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, നേരം പുലർന്ന് എണീക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴുമുള്ള ദിക്റുകൾ, ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ സന്ദർഭങ്ങളിലുമുള്ള ദിക്റുകൾ ഓർത്തെടുത്ത് മറ്റേത് കാലത്തെക്കാളുമേറെ ശ്രദ്ധയോടെ നമ്മൾ ഉരുവിട്ടു. പടച്ചവനെ പറ്റി നമുക്ക് നല്ല ബോധമുണ്ട്. ഇനി മാസപ്പിറ ദർശിച്ചാൽ അന്നേരം നമ്മൾ തുടങ്ങും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കബീറ. അല്ലാഹുവിനെ വാഴ്ത്തും. നോമ്പിനെ പറ്റി നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ പറഞ്ഞു യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു ഒരിക്കലും നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. നരകത്തിൽ നിന്ന് രക്ഷിക്കാനും പാപങ്ങൾ മായ്ച്ചു കളയാനും പദവികൾ ഉയർത്തപ്പെടാനും സ്വർഗം ഉറപ്പുവരുത്താനും നമ്മെക്കൊണ്ട് കഴിയാത്ത ഒരു കാര്യവും അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. സ്വർഗം നേടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം അധ്വാനിക്കണം, പണിയെടുക്കണം. അത് ഞെരുക്കമില്ല, എളുപ്പമുള്ള ഇബാദത്തുകളാണ് പഠിപ്പിച്ചത്. വലി തുക്മിലുൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കണം. മാസപ്പിറ ദർശിക്കണം. നാളെ നമ്മൾ മാസം കണ്ടാൽ മറ്റന്നാൾ നമുക്ക് പെരുന്നാൾ, അല്ലെങ്കിൽ 30 പൂർത്തീകരിച്ചിട്ട് അടുത്ത ദിവസം പെരുന്നാൾ. അത് നോമ്പ് മുറിക്കാൻ നേരത്തെ 1 മിനിറ്റ് നേരം നമ്മൾ നോമ്പ് മുറിക്കില്ല, 1 മിനിറ്റ് വൈകിക്കില്ല, കൃത്യസമയമാണ്. മാസപ്പിറയുടെ കാര്യത്തിലും ആ സമയമുണ്ട്. ആ സമയം നോക്കുന്നത്, അത് കാത്തിരിക്കുന്നത്, അത് ഇബാദത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായി വിലയിരുത്തി നമ്മുടെ മറ്റു പൊതു സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരത്തെ കണക്ക് കൂട്ടി ആരും പെരുന്നാൾ പ്രഖ്യാപിക്കേണ്ടതില്ല. കാരണം ചന്ദ്രൻ ഉദിച്ചതുകൊണ്ടും പെരുന്നാളാകുന്നില്ല. ഉദിച്ചാലും മേഘം മൂടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, മേഘം മൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഉദിച്ചാലും മേഘം മൂടുകയാണെങ്കിൽ എണ്ണം പൂർത്തീകരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എണ്ണം നോക്കലും അത് പൂർത്തീകരിക്കലും ഇബാദത്തിന്റെ ഭാഗമാണ്. ആ ഒരു പുണ്യം നഷ്ടപ്പെടുത്തി മാസപ്പിറക്ക് പരിഗണന കൊടുക്കാതെ ആരെങ്കിലും വിഭാഗീയതയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നെങ്കിൽ അത്തരം വ്യതിയാന കക്ഷികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. മാസം കാണണം. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി, കൽപ്പനയാണ്. ദർശനമനുസരിച്ചാണ് നോമ്പ് എടുക്കേണ്ടത്, ദർശനമനുസരിച്ചാണ് നിങ്ങൾ നോമ്പ് മുറിക്കേണ്ടതും.
ഒരു സൂചന പോലും അതിനപ്പുറത്തേക്ക് നമുക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. വ്യക്തമാണ് കാര്യം, അഹ്ലുസുന്നത്തിൽ തർക്കമില്ലാത്തതാണ് കാര്യം. അങ്ങനെ വലിതുക്മിലുൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി, അതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി. അല്ലാഹു അക്ബർ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കേണ്ട രണ്ട് സന്ദർഭങ്ങളാണ് നമ്മുടെ മുന്നിൽ. അതെപ്പോഴാണ്? ഒന്ന് ബലിപെരുന്നാൾ, രണ്ട് ചെറിയ പെരുന്നാൾ. ഈദുൽ ഫിത്ർ വരുമ്പോൾ നമ്മൾ വദകറ സ്മ റബ്ബി, അള്ളാഹുവിന്റെ നാമം അവൻ സ്മരിച്ചു, ഫസ്വല്ല, എന്നിട്ട് നമസ്കരിച്ചു. അള്ളാഹു അക്ബർ ഉരുവിട്ടുകൊണ്ടിരുന്നു നേരം പുലരുവോളം പരമാവധി. ഇനി വീട്ടിൽ നിന്ന് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്ന സമയം അത്രയും നമ്മൾ തക്ബീർ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഈദ്ഗാഹിലെത്തി നമസ്കാരം കാത്തിരിക്കുന്ന സമയം അത്രയും നമ്മൾ തക്ബീറുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും, സ്ത്രീകൾ ഉച്ചത്തിൽ ഉരുവിടേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ, സ്ത്രീകളും പുരുഷന്മാരും തക്ബീർ ധ്വനികൾ ഉരുവിട്ടുകൊണ്ടിരുന്നു എന്നാണ് സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വദകറ സ്മ റബ്ബി ഫസ്വല്ല, എന്നിട്ട് നമ്മൾ നിസ്കരിച്ചു. അപ്പൊ നമ്മുടെ ഹൃദയം വിപുലീകരിച്ചു, അതേപോലെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിച്ചു, നമ്മൾ നമസ്കരിച്ചു. പെരുന്നാളിന്റെ കാര്യത്തിൽ ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഒരു നോമ്പുകാരന് ഈ നേട്ടമെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇത്രയും അവസരങ്ങൾ നമ്മുടെ പാപം പൊറുക്കപ്പെടാനും നരകമോചനം ഉറപ്പുവരുത്താനും സ്വർഗത്തിൽ പദവികൾ ഉയർത്തപ്പെടാനും അള്ളാഹു അവസരം നൽകിയിട്ടും ദുനിയാവിന് തന്നെയാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ. ഇതുപോലെ ദീന് പരലോകം വെട്ടിപ്പിടിക്കാൻ ഒരു സമയമല്ല, സ്വർഗം വെട്ടിപ്പിടിക്കാൻ റമദാന് പോലൊരു അവസരമില്ല. എന്നിട്ടും റമദാനിൽ ഏതെങ്കിലും ഒരു ദുനിയാവിന്റെ നേട്ടം മാറ്റിവെക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഒക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അത് മതി ഇബാദത്ത് എന്നാ വിചാരം. ഇനിയുള്ള ഈ ചുരുങ്ങിയ മണിക്കൂറുകളെങ്കിലും പാഴാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്ന് കൂടുതൽ സജീവമായി മറ്റുള്ള ദുനിയാവിന് ലീവ് കൊടുത്ത് പരമാവധി നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചു, അള്ളാഹു സുബ്ഹാനത്തെ നേരിട്ട് പറഞ്ഞ വാചകം തഫറഖൽ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. എങ്കിൽ അംലഅ ഖൽബക ഗിനൻ വയദൈക റിസ്ഖ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ ധന്യതയും ഐശ്വര്യവും, നിങ്ങളുടെ ഇരുകരങ്ങളിൽ റിസ്ഖ് ഭൗതിക വിഭവങ്ങളും നൽകാം എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നേരമില്ലെങ്കിൽ, വഇല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുന്നില്ലെങ്കിൽ, അംലഅ ഖൽബക ഫഖറ, ഹൃദയത്തിൽ ശൂന്യതയും, വയദൈക ശുഗല, നിങ്ങളുടെ കൈകളിൽ ഞാൻ ജോലിയും മാത്രം ഇട്ടുതരും എന്നാണ് അള്ളാഹു നേരിട്ട് സംസാരിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഹൃദയം വിമലീകരിച്ച് തക്ബീർ ധ്വനികൾ മുഴക്കി ഏത് നമസ്കാരത്തിന് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയ അവസ്ഥയിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. ആ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിരന്തരമായ പാപമോചനവും നരകമോചനവും റമദാനിന്റെ അവസാനം വരെ ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. കാരണം നമ്മൾ അവസാനത്തെ നോമ്പ് മുറിക്കുമ്പോഴും അള്ളാഹു പറയും ലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, ഇന്ന് കുറച്ചാളുകൾക്ക് നരകമോചനമുണ്ട്. അവസാനത്ത് നിർത്തിയിട്ടില്ല പരിപാടി, അവസാനത്തെ ദിവസവും ആ കാര്യം പറയും, ഇന്ന് ചില ആളുകൾക്ക് നരകമോചനം ഉണ്ട് എന്ന്. അതുകൊണ്ട് നരകമോചനം കാത്തിരിക്കേണ്ട ഓരോ സന്ദർഭവും ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ എനിക്ക് നരകമോചനം കിട്ടിക്കഴിഞ്ഞു എന്ന് ആരും തീരുമാനിക്കരുത്. ഇഅ്ജാബുൽ മർഇ ബിനഫ്സി, ഒരാൾ അവനവനെ കുറിച്ച് തന്നെ ഞാൻ കൊള്ളാവുന്നവനാണ് എന്ന നിഗമനത്തിലെത്തിക്കഴിഞ്ഞാൽ അത് അവന്റെ മുഴുവൻ നന്മകളും തുലച്ചു കളയുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് നമ്മൾ മറക്കാൻ പാടില്ല. സൂറത്തു ആൽ ഇംറാൻ 16-17 ആയത്തുകൾ സത്യവിശ്വാസികളുടെ പ്രാർത്ഥന. അല്ലദീന യഖൂലൂൻ, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബനാ ഇന്നനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ, നാഥ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ, നരകത്തിൽ നിന്ന് നീ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അസ്സാബിരീന വസ്സാദിഖീൻ വൽ ഖാനിതീന വൽ മുൻഫിഖീൻ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ആര് എങ്ങനെയുള്ളവരാണ് ഇത് ചോദിച്ചത്? അവർ ക്ഷമ പാലിക്കുന്നവരാണ്. നോമ്പുകാരനുള്ള ക്ഷമ വേറെ ആർക്കാ ഉള്ളത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം നിയന്ത്രിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. പുണ്യം ചെയ്യാൻ ക്ഷമ വേണം, തിന്മ വർജിക്കാൻ ക്ഷമ വേണം, ഇബാദത്തുകൾ കൊഴിഞ്ഞിരിക്കാൻ ക്ഷമ വേണം. ഏറ്റവും കൂടുതൽ നാം സഹനം പ്രദർശിപ്പിച്ച നാളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ പാലിക്കുന്നവർ, വസ്വാദിഖീൻ, സത്യം പറയുന്നവർ, ഏത് കാലത്ത് നുണ പറയാൻ മടിയില്ലാത്തവരും റമദാനിലൊന്ന് പേടിക്കും. നാവിനും അവർ നിയന്ത്രിച്ചു, അല്ലെ? നന്നായി നിയന്ത്രിച്ചു. അതുകൊണ്ട് സത്യവാൻമാർ. വൽ ഖാനിതീൻ, അനുസരണമുള്ളവർ, അള്ളാഹുവിനോട് അടക്കം പുലർത്തുന്നവർ, ദീനിനോട് വിധേയത്വം പാലിക്കുന്നവർ. വൽ മുൻഫിഖീൻ, ദാനം ചെയ്യുന്നവർ, ധാരാളമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. നമ്മൾ എത്ര സദഖ കൊടുത്തു ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ?
അള്ളാഹു നമ്മുടെ മുഴുവൻ സദഖയും, ആത്മാർത്ഥമായി നാം നൽകിയ മുഴുവൻ സദഖയും നാം ഓരോരുത്തരിൽ നിന്നും അള്ളാഹു അളവറ്റ പ്രതിഫലം നൽകുമാറ് സ്വീകരിക്കുമാറാകട്ടെ. അത്താഴ സമയങ്ങളിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നവർ, നാം അത്താഴത്തിനെണീറ്റു ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്ന അള്ളാഹുവിന്റെ മുന്നിൽ ഹൃദയം പിടച്ചുകൊണ്ട് മാപ്പ് ചോദിക്കാൻ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അത്താഴ സമയങ്ങളിൽ പടച്ചവരോട് മാപ്പ് തരണമേ എന്ന് പറഞ്ഞു. അള്ളാഹു ഏറ്റവും പ്രാർത്ഥന സ്വീകരിക്കുന്ന നിർണായകമായ സന്ദർഭം എന്ന രീതിയിൽ അത്താഴ സമയങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തി. ക്ഷമിക്കുന്നവർ, സത്യം പറയുന്നവർ, അനുസരണവും അച്ചടക്കവുമുള്ളവർ, അതേപോലെ തന്നെ ധാരാളമായി ധർമ്മം ചെയ്യുന്നവർ, അത്താഴ സമയങ്ങളിൽ മാപ്പ് ചോദിക്കുന്നവർ, ഈ 5 യോഗ്യതയും ഒരു നോമ്പുകാരനുണ്ട്. അങ്ങനെയുള്ളവർ റബ്ബിനോട് പറയുന്നു, റബ്ബന ഇന്നന ആമന്ന, നാഥ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ ദുനൂബന വഖിനാ അദാബന്നാർ, അതുകൊണ്ട് ഞങ്ങളുടെ ന്യൂനതകൾ മുഴുവൻ നീ മാപ്പാക്കി തരണമേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച്, ഹൃദയം പിടച്ച്, കണ്ണ് നനഞ്ഞ് അള്ളാഹുവോട് ആത്മാർത്ഥമായി നരകമോചനം ചോദിക്കേണ്ട സന്ദർഭങ്ങളിലാണ് നാം ഉള്ളത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത്. മുസ്ലിങ്ങളായ ആണും പെണ്ണും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ ആണും പെണ്ണും, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അച്ചടക്കവും അനുസരണവുമുള്ള ആണും പെണ്ണും, വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ, വസ്വാബിരീന വസ്വാബിറാത്ത്, സഹനശീലരായ പുരുഷന്മാരും സ്ത്രീകളും, വൽ ഖാശഈന വൽ ഖാശിയാത്ത്, ഭക്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ധർമ്മം ചെയ്യുന്ന ഉദാരമതികളായ ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്വാഇമീന വസ്വാഇമാത്ത്, നോമ്പുകാരായ ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ലൈംഗിക സദാചാരം പാലിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്, ധാരാളമായി അല്ലാഹുവെ അനുസരിക്കുന്ന ആണും പെണ്ണും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, അല്ലാഹു അവർക്ക് പാപമോചനം നിശ്ചയിച്ചിരിക്കുന്നു, മഹത്തായ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നു. ഈ 10 കാര്യങ്ങളും നോമ്പുകാരനിൽ ഉണ്ടാകും. നമ്മളത് ഉറപ്പുവരുത്തുക എന്നാണ് വേണ്ടത്. ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാ വേണ്ടത്. അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വചനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരടിമയും നോമ്പെടുക്കുന്നില്ല, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം, ആ നോമ്പിന്റെ ദിവസം അല്ലാഹു അവനിൽ നിന്ന് അകറ്റാതെ, വജ്ഹു അവന്റെ മുഖത്തെ അകറ്റാതെ, അനിന്നാർ 70 ഖരീഫ 70 ഗ്രീഷ്മകാലം നരകത്തെ അവനിൽ നിന്ന് അകറ്റും. നമ്മൾ നോമ്പെടുക്കുന്നതോട് ഓരോ നോമ്പെടുക്കുമ്പോഴും നരകം നമ്മിൽ നിന്ന് 70 വർഷം അകലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ 10 നോമ്പെടുക്കുമ്പോൾ 700 വർഷം അകലേക്ക് പോയി. 20 നോമ്പെടുത്തപ്പോൾ 1400 വർഷം അകലേക്ക് പോയി, അല്ലേ? 1900 വർഷം അകലേക്ക് നോമ്പ് പോയിട്ടുണ്ടാകണം ഈ റമദാനിൽ, നരകം പോയിട്ടുണ്ടാകണം ഈ നോമ്പ് കൊണ്ട് ഈ റമദാനിൽ നമുക്ക്. നമ്മൾ അറിയുന്നുണ്ടോ നോമ്പിന്റെ വലിപ്പം, നോമ്പിന്റെ സ്വാധീനം? അത്രയേറെ അകലേക്ക് പോയ നരകം ഒരു പെരുന്നാളിന്റെ പ്രഭാതത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് നോമ്പുള്ളത്? പെരുന്നാളിന് പലർക്കും ജമാഅത്ത് നിസ്കാരമല്ല, ഹറാമായത് കാണുന്നു, ഹറാമിൽ ചെലവഴിക്കുന്നു, ഇങ്ങനല്ലേ പലരും തീരുമാനിച്ചൊരുങ്ങി വെച്ചിരിക്കുന്ന ഹറാമിന്റെ ടൂറുകളൊക്കെ എല്ലാവരും ഒരുക്കിയിട്ടുണ്ട്. ആണും പെണ്ണും ഒരുമിച്ച് കുളിക്കുന്ന കുളി രംഗങ്ങളിലേക്ക്, അതേപോലെ തന്നെ ഹറാമിന്റെ കേന്ദ്രങ്ങളിലേക്കൊക്കെ രക്ഷിതാക്കൾ ടൂറ് പ്രഖ്യാപിച്ചു. ഗൾഫിൽ നിന്ന് വന്ന വാപ്പാരന്മാരൊക്കെ തീരുമാനിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. എവിടെയൊക്കെ നരകം പോയത്? ഒരു നോമ്പ് കൊണ്ട് 70 കൊല്ലം നരകം അകന്നു പോകണം. ഈ കഴിഞ്ഞ ദിവസത്തെ നോമ്പ് കൊണ്ട് ഏതാണ്ട് 2000 വർഷം അകലേക്ക് നമ്മുടെ നോമ്പ് കടന്നു പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ അകന്നുപോയ ആ നരകം എങ്ങനെയാണ് ആ പെരുന്നാൾ ഈദ്ഗാഹ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് നമ്മൾ അടുത്തെത്തിയത്? ഒന്ന് ചിന്തിക്കുന്നു നിങ്ങൾ. എവിടേക്കാ നമ്മൾ? അപ്പൊ ഏത് നോമ്പാ നമുക്കുള്ളത്? നമ്മുടെ നോമ്പിൽ എന്ത് സ്വാധീനമാ ഉള്ളത്? എന്ത് ശക്തിയാ ഉള്ളത്? നൈമിഷികമായ നേട്ടങ്ങൾ മാത്രം നൽകാനാണോ നമ്മൾ നോമ്പെടുത്തത്? ഒരിക്കലുമല്ല എന്ന് ഓരോരുത്തരും മനസ്സിൽ വെക്കണം. എല്ലാ രാത്രിയും യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ അന്വേഷിക്കുന്നവരെ മുന്നോട്ട് വരിൻ, വയാ ബാഗിയശ് ശർരി അഖ്സിർ, തിന്മ അന്വേഷിക്കുന്നവരെ നിങ്ങൾ നിർത്തിവെക്കുവിനെന്ന് നോമ്പിന്റെ അവസാനത്തെ രാത്രി, റമദാൻ 29, റമദാൻ 30, അതിന്റെ രാത്രിയും മലക്കുകൾ വന്ന് ഒന്നാം ആകാശത്ത് നിന്ന് പ്രഖ്യാപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നമ്മൾ എങ്ങനെയാണ് ഈദ്ഗാഹിലേക്ക് പോകേണ്ടത്? അള്ള നമ്മളെ കുറിച്ച് അഭിമാനിക്കണം. എന്താ പറയാ? അള്ള മലക്കളോട് പറയും, യതുറുകു തആമഹു വശറാബഹു
വശഹ്വതഹു, അവൻ അവന്റെ അന്നവും പാനീയവും കാമവികാരവും തടഞ്ഞു വെച്ചത്, ഉപേക്ഷിച്ചത്, മിൻ അജ്ലി, ഞാൻ കാരണത്താലാണ്, അസ്സുയാമുലി, ഈ നോമ്പുകളൊക്കെയും എനിക്ക് വേണ്ടിയാണ്, വഅന അജ്സി ബി, ഞാനാണ് അവന് പ്രതിഫലം നൽകുക എന്ന് ഈദ്ഗാഹിലേക്ക് വരുന്ന യഥാർത്ഥ നോമ്പുകാരെ മുഴുവൻ ചൂണ്ടി മലക്കുകളോട് സർവശക്തനായ അള്ളാഹു അഭിമാനം പറയും. നമ്മൾ ഓരോ അമലെടുക്കുമ്പോഴും അന ഉബാഹി ബിഹിം, ഞാൻ അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു എന്ന് അള്ളാഹു മലക്കുകളോട് പറയും. പെരുന്നാളിനും പറയും, അല്ലേ? എത്രയിടത്ത് ഈ കാര്യം പഠിപ്പിക്കപ്പെട്ടു. അള്ളാഹു അഭിമാനം കൊള്ളുന്നത് സംബന്ധിച്ച് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കത് വായിക്കാൻ സാധിക്കും. അബ്ദുല്ലാഹിബിൻ അംറലാൻ പറഞ്ഞു, ഒരിക്കൽ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ മഗ്രിബ് നമസ്കരിച്ചു. ചില ആളുകൾ ആ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചുപോയി. ചില ആളുകൾ ഇശാ നമസ്കാരത്തിന് വേണ്ടി അവിടെ തന്നെ കാത്തിരുന്നു. മുമ്പ് നമ്മൾ പഠിച്ചു, അള്ളാഹു നമ്മുടെ പദവികൾ ഉയർത്താൻ, നമ്മുടെ പാപങ്ങൾ മായ്ച്ചു തരാൻ കാരണമാകുന്ന കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞയിടത്ത് ഒരു കാര്യം പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂചിപ്പിച്ചത്, ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇൻതിലാറുസ്സലാ ബഅദസ്സലാ, നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ മഗ്രിബ് കഴിഞ്ഞ് ഇശാഇന് വേണ്ടി കാത്തിരുന്നു. പള്ളിയിൽ നിന്ന് പുറത്തു പോയില്ല. അങ്ങനെ കാത്തിരുന്നതിന്റെ പേരിൽ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഞങ്ങളുടെ അരികിലേക്ക് കിതച്ചു കൊണ്ടുവന്നു. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്രിയൻ ഫഖദ് ഹഫസഹു നഫസ്. അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു കാര്യം അറിഞ്ഞ പോലെ, ഇനി ആരെങ്കിലും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങാതിരിക്കട്ടെ എന്ന മട്ടിൽ ഓടി വന്ന് കിതച്ചുകൊണ്ട് അണച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഫഖദ് ഹസറ അൻ റുക്ബതൈഹി, അദ്ദേഹം മുട്ടുകുത്തിയിട്ട് പ്രവാചകൻ പറഞ്ഞു, അബ്ശിറു, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. പള്ളിയിലിരിക്കുന്നവരോട് പറയാ, സന്തോഷിച്ചോളൂ. ഹദാ റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ, ഈ സമയത്ത് ആകാശത്തിന്റെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടം തുറന്നിട്ടുണ്ട്. എന്നിട്ട് യുബാഹി ബികുമുൽ മലായിക, പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് അല്ലാഹുവോട് അഭിമാനം കൊള്ളുന്നു. പള്ളിയിൽ ചെലവഴിച്ച ആളുകളെ കൊണ്ട് അല്ലാഹു ആ നേരത്ത് മലക്കുകളോട് അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞു. നോമ്പിന് മാത്രമല്ല, ഏത് കാലത്തും റമദാൻ കഴിഞ്ഞാൽ ഇനി പള്ളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ അടുത്ത ജുമയാകേണ്ടതില്ല, കുറച്ചധികം സമയം ചെലവഴിക്കാൻ ഇനിയൊരു റമദാൻ വരേണ്ടതില്ല എന്ന ഒരു തീരുമാനം നമുക്കുണ്ടാകണം. കാരണം നമ്മൾ എത്ര നേരം ഏതെല്ലാം കാലഘട്ടങ്ങളിൽ പള്ളിയിൽ കഴിച്ചുകൂട്ടുന്നുവോ, യുബാഹി ബികുമുൽ മലായിക, ആകാശത്തിന്റെ കവാടങ്ങളിൽ ഒരു കവാടം തുറക്കപ്പെടുകയും മലക്കുകളോട് നിങ്ങളെ കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അള്ളാഹു പറയുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പള്ളിയിൽ ഇരിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്താ അല്ലാഹു പറയാന്നറിയോ? ഉൻദുറൂ ഇലാ ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ നോക്കണം. ഖദ് ഖലൗ ഫരീള, അവരൊരു ഫർള് കഴിഞ്ഞാണ് ഇരിക്കുന്നത്. വഹും യൻതളിറൂന ഉഖറാ, അവർ അടുത്ത ഫർളാണ് കാത്തിരിക്കുന്നത്. കണ്ടോ, ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ കാത്തിരിക്കുന്നവരായിരിക്കണം നമ്മൾ. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം കാത്തിരിക്കുന്നവരെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് ഊറ്റം കൊള്ളുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളോ റമദാൻ കഴിഞ്ഞു, പിന്നെ ഇന്നലെ വരെ നോമ്പ് നോറ്റു എന്നുള്ള വിവരം തന്നെയല്ല പലർക്കും. റമദാനിലായിരുന്നോ ഞാൻ എന്നുള്ളത് പെരുന്നാൾ മുതൽക്ക് ഇങ്ങോട്ട് പലരെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ഇനി ദീന് പഠിക്കണം. ഒരുപാട് ക്ലാസ്സുകൾ, ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ വേറെ ഒരു കാലത്തും കേട്ടിട്ടുണ്ടാവില്ല, അല്ലേ? ളുഹറിന് ക്ലാസ്, സുബൈക്ക് ക്ലാസ്, പിന്നെ നമ്മൾ വായിക്കുന്നു, കേസറ്റ് കേൾക്കുന്നു, പഠനം തന്നെ പഠനമായിരുന്നു. എത്ര വിഷയങ്ങൾ നമ്മൾ ഈ റമദാനിൽ മാത്രം പഠിച്ചു ഓരോരുത്തരും, അല്ലേ? അതൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും നമ്മൾ പണ്ഡിതന്മാരുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങി സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് അങ്ങനെ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കിയിട്ട് എല്ലാവരും ഇരിക്കുന്നത്. റമദാൻ മാസം മാത്രം പഠിച്ചാൽ മതിയോ ദീന്? ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. അതിലൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സ്ഥിരമായി ദീന് പഠിക്കാൻ പ്രായവ്യത്യാസമില്ലാതെ ആണും പെണ്ണും കുട്ടികളും എല്ലാം തയ്യാറാകണം. മനസ്സിലായില്ലേ? കുട്ടികൾ എത്ര വലിയ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടുന്നവരാണെങ്കിലും ശരി, ഒരു 2 മണിക്കൂർ ദീന് പഠിക്കാൻ അവരോട് ജീവിതത്തിൽ നീക്കി വെക്കാൻ പറയണം. ബാക്കി എല്ലാ ദുനിയാവിലും നീക്കി വെക്കുന്നുണ്ടല്ലോ. 2 മണിക്കൂറെങ്കിലും ഒരു ദീന് പഠിക്കാൻ വേണ്ടി നീക്കി വെച്ചില്ലെങ്കിൽ നാളെ ആ മക്കളെ കൊണ്ട് നമ്മൾ കുടുങ്ങും, അവർ സ്വയം കുടുങ്ങിപ്പോകും എന്ന് നമ്മൾ നന്നായി ഓർക്കണം. ദീൻ പഠിക്കാനുള്ള അവസരം അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നന്നായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സഈദ് ഖുദരി റളിയല്ലാഹു പറയാണ്, മുആവിയ ഒരിക്കൽ പ്രവാചകന്റെ ഒരു വാചകം മുആവിയ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നു, ജലസ്നാ നദ്കുറുല്ലാഹ വനഹ്മദുഹു അലാ മാ ഹദാനാ ലിൽ ഇസ്ലാം. ഞങ്ങൾ ഇങ്ങനെ പള്ളിയിലിരുന്ന് ചില ആളുകൾ ദിക്ർ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ്, അതുപോലെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്നു. ചില ആളുകൾ ഖുർആൻ ഓതുന്നു, ചില ആളുകൾ ചോദിച്ചു പഠിക്കുന്നു, അറിയുന്നവരോട് ചോദിച്ചിട്ട് അറിയാത്തവർ പഠിക്കുന്നു. അങ്ങനെ ദീനീ സ്മരണയും പഠനവുമായി ഞങ്ങൾ കുറെ ആളുകൾ ഇങ്ങനെ പള്ളിയിലിരിക്കുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പിന്നെ അല്ലാഹി, നിങ്ങളെ ഇവിടെ ഇരുത്തിയ കാര്യം എന്താ? നിങ്ങളെ ഇവിടെ ഇരുത്തിയത് മാ അജലസക്കും
നിങ്ങളെ ഇവിടെ ഇരുത്തിയ വിശേഷം എന്താണ്? പറയൂ, നിങ്ങൾ അള്ളാഹുവിനാണയിട്ട് പറയൂ, എന്താണ് നിങ്ങൾ ഇവിടെ ഇരുത്തിയത്? അവർ പറഞ്ഞു, വല്ലാഹി മാ അജലസന ഇല്ലാ ഫഖാല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുത്തിയിട്ടില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നത് അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും ദിക്റുകളിൽ മുഴുകാനും വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, അമ്മാ ഇന്നി ലം അസ്തഹലിഫുക്കും തുഹ്മത്തൻ ലക്കും, നിങ്ങൾ ആണയിടുന്നത് നിങ്ങളെക്കുറിച്ച് എനിക്ക് സംശയമുള്ളതുകൊണ്ടല്ല. അള്ളാഹു സത്യം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ പറഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും. ദീന് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇരുന്നത്, നിങ്ങൾ ദിക്ർ ചൊല്ലാൻ വേണ്ടിയായിരുന്നത്, പള്ളിയിൽ കൂലി കിട്ടാൻ വേണ്ടിയാണ് ഈ കുറച്ച് സമയം ഇരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇസ്ലാം പഠിക്കാൻ വേണ്ടിയും ദിക്ർ ചൊല്ലാൻ വേണ്ടിയും പള്ളിയിൽ ഇരിക്കും, പ്രവാചകൻ കയറി വന്നു. പ്രവാചകൻ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, മാ അജലസക്കും, നിങ്ങൾ എന്താ ഇവിടെ ഇരുത്തിയെന്ന് ചോദിച്ചു. ഫഖാലു, ഞങ്ങൾ പറഞ്ഞു, ജലസ്ന നദ്കുറല്ലാ, ഞങ്ങൾ ഇവിടെ ഇരുന്നത് നദ്കുറുള്ള, ഞങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നു, ദിക്റിലാണ്. വനഹ്മദുഹു, ഞങ്ങൾ അവനെ സ്തുതിക്കുന്നു. അലാ മഹദാൻ അൽ ഇസ്ലാം, ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ഹിദായത്ത് തന്നില്ലേ, നമുക്ക് ഹിദായത്ത് തന്നല്ലോ, ഖുർആൻ തന്നില്ലേ, ഹിദായത്തിന്റെ ഗ്രന്ഥം തന്നു, ഹിദായത്ത് നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു, ഞങ്ങൾക്ക് സന്മാർഗം നൽകിയ, തൗഹീദ് നൽകിയ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ, ശുക്ർ ചെയ്യാനാണ് ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അല്ലാഹിമ അജലസക്കും ഇല്ലാതാ, പടച്ചോനാണ്, അതിന് തന്നെയാണോ നിങ്ങൾ ഇരുന്നത്? അള്ളാഹു ആണ്, അള്ളാന്റെ കൂലി കിട്ടണമെന്ന് വിചാരിച്ച് അവനെ സ്തുതിക്കാനും അവനെ സ്മരിക്കാനും അവന്റെ ദീന് പഠിക്കാനും തന്നെയാണോ നിങ്ങൾ ഇരുന്നത് എന്ന് റസൂൽ അന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞു, വല്ലാഹി പടച്ചോനാണ്, മാ അജലസന ഇല്ലാ ബി, അതിനല്ലാതെ ഞങ്ങൾ ഇരുന്നിട്ടില്ല, വേറൊന്നിനും വേണ്ടിയല്ല, ആത്മാർത്ഥമായിട്ട് പടച്ചോൻ നന്ദി പറയാനും ദിക്ർ ചൊല്ലാനും തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സംശയത്തിന്റെ പേരിൽ ആണയിട്ട് പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, നിങ്ങൾ ആണയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഞാൻ അതുകൊണ്ടല്ല അങ്ങനെ ചോദിച്ചത്. ഞാൻ ചോദിച്ചത്, വലാകിന്നി അതാനി ജിബ്രീൽ, എന്റെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, ഫഅഖ്ബറനി, എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, അന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക, നിങ്ങളെ കൊണ്ട് മലക്കുകൾ, അല്ലാഹു നിങ്ങളെ കൊണ്ട്, അന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക, നിങ്ങളെ കൊണ്ട് അല്ലാഹു അഭിമാനം കൊള്ളുന്നു, പുളകം കൊള്ളുന്നു എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു മലക്കുകളോട്. ജിബ്രീൽ വന്ന് പറയാം. ദീന് പഠിക്കാൻ വേണ്ടി പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്നു, ഇതുപോലെ ജുമുഅക്ക് ഇരിക്കുന്നു, ദീന് പഠിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും സദസ്സിൽ നമ്മൾ ഇരിക്കുന്നു, ഒന്നുമില്ല, നമ്മൾ ഇത്തികാഫിനിരിക്കുന്നു, അതുമല്ലെങ്കിൽ ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവുമായി പള്ളിയിൽ ഇരിക്കുന്നു, ഒറ്റയ്ക്കോ കൂട്ടമായോ ഇരിക്കുന്നു. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് ഞാൻ പുളകം കൊള്ളുന്നു, ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു. അന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക, നിങ്ങളെ കൊണ്ട് മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ, അതിന് തന്നെ ഇരുന്നതാണോ നിങ്ങൾ? അതല്ല വേറൊരാള് പൈസ തരാനുള്ള ആള് പള്ളിയിൽ വരാന്ന് പറഞ്ഞ ആളെ കാത്തിരുന്നു, അങ്ങനെ ഇരുന്നതാണോ? അതല്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പള്ളിയിൽ ഇരിക്കണം എന്ന ബോധിക്ക് ആ ഒരു നിലവാരത്തിൽ തന്നെ ഇരുന്നതാണെന്ന് ഞാൻ ചോദിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വിവരം തന്നിട്ടുണ്ട്. ആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളോട് അന്ന് റസൂല് പറഞ്ഞത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിച്ചതാ, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് ആത്മാർത്ഥമായി ദീന് പഠിക്കണം, നരകമോചനത്തിന്റെ വിശേഷങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണെന്ന് ചോദിച്ചു. ഇനി അറഫാ ദിനത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ആയിഷ ബീവി പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ, ഇന്നേ ദിവസത്തെക്കാൾ അല്ലാഹു ഏറ്റവും കൂടുതൽ അടിമകൾക്ക് നരകമോചനം പ്രഖ്യാപിക്കുന്ന മറ്റൊരു ദിവസമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അല്ലാഹു നരകമോചനം അനുവദിക്കുന്ന ദിവസം ഏതാ? അറഫ. അറഫയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്ക് മാപ്പ് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ആൾക്ക് നരകമോചനം ഉണ്ട് എന്നുള്ള ഇവിടെ പ്രഖ്യാപിക്കുന്നത്. നമ്മളത് അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പല ഹാജിമാരുടെ കാര്യത്തിലും. എന്നിട്ടോ മിൻ യൗമി അറഫ, യൗമ അറഫയേക്കാൾ അങ്ങനെ ഒരു ദിവസമില്ല. വഇന്നഹു ലയദുനു, അല്ലാഹു അടുത്തു വരും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, അറഫയിൽ സമ്മേളിച്ച ആ പാപമോചനം നേടിയ യഥാർത്ഥ ഹാജിമാരെ സംബന്ധിച്ച് അള്ളാഹു മലക്കുകളുടെ അഭിമാനം കൊള്ളും. കണ്ടോ? അപ്പൊ നിസ്കരിച്ചാൽ അള്ളാഹുവിന് അഭിമാനം, ദീന് പഠിച്ചാൽ അള്ളാഹുവിന് അഭിമാനം, ഹജ്ജ് ചെയ്താൽ അള്ളാഹുവിന് അഭിമാനം, നോമ്പ് നോറ്റാലും അള്ളാഹുവിന് അഭിമാനം. നമ്മൾ ചെറുതും വലുതുമായ ഓരോ പുണ്യം ചെയ്യുമ്പോഴും നമ്മുടെ പേരിൽ അള്ളാഹുവിന് അഭിമാനം. ആ അഭിമാനം അള്ളാഹു മലക്കുകളുമായി പങ്കുവെക്കും. അടുത്ത ദിവസം നാം ഈദ്ഗാഹിലേക്ക് സഞ്ചരിക്കുമ്പോൾ അള്ളാഹു ഏതെല്ലാം നോമ്പുകാരെ കൊണ്ട് മലക്കുകളുടെ അഭിമാനം കൊള്ളുമോ ആ അഭിമാനം കൊള്ളുന്ന കൂട്ടത്തിൽ ഒരാളാകാൻ എനിക്ക് അവസരമുണ്ടാകുമോ എന്ന് ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കുക. അതിന് നമുക്ക് ഈ നോമ്പുണ്ടായിരുന്നു നന്നായിട്ട് ചിന്തിക്കുക. അതിനുള്ളൊരു മര്യാദ, ഒരു ഭാഗ്യം നമുക്കുണ്ടാകുമോ? അതുണ്ടെങ്കിൽ റമദാനുണ്ട്, അല്ലെങ്കിൽ പട്ടിണിയാ ഉള്ളത്. എത്ര നോമ്പുകാരുണ്ട്, വിശപ്പും ദാഹവും മാത്രം ബാക്കി. റെക്കോർഡിൽ നോമ്പ് എന്ന് കാണാനില്ല, പട്ടിണി എന്നാ ഉള്ളത്.
പകല് പട്ടിണി കിടന്നിട്ടുണ്ട്, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വറുബ്ബ ഖായിം, എത്ര തറാവീഹ് നമസ്കാരക്കാർ, രാത്രി നമസ്കാരക്കാരുണ്ട്. മാ ബഖിയ ലഹു ഇല്ല സഹർ, ഉറക്കമൊഴിച്ചു എന്നത് മാത്രം ബാക്കി. സാധാരണ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാതെ പള്ളിയിൽ തറാവീഹിനും ഖിയാമുൽ ലൈലിനും വന്നിട്ട് സഫ് നിൽക്കരുത്. ആർക്കോ വേണ്ടി പടച്ചോൻ സ്വീകരിച്ചിട്ടില്ല. എല്ലാരെ പറ്റിയല്ല, ഒരു കൂട്ടരെ പറ്റി അങ്ങനെ പറഞ്ഞു അല്ലേ? നന്നായി ഖുർആൻ ഓതി പഠിച്ച് ജനങ്ങളെ ഖുർആൻ പഠിപ്പിച്ച് മനോഹരമായി ഖുർആൻ പാരായണം ചെയ്ത്, പക്ഷേ പരലോകത്ത് ആദ്യമായി അവർ വിചാരം നേടുമ്പോൾ അവരെ നരകത്തിലേക്ക് ഇടും. അപ്പൊ റബ്ബിനോട് അവർ പറയും, ഖറഅത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഓതിയ ആളാണല്ലോ, എന്നെന്തിനാ നരകത്തിടുന്നത്? റബ്ബ് പറയും, വലാകിൻ കദബ്ത, നീ നുണയാണ് പറഞ്ഞത്. വലാകിൻ ഖറഅത്തൽ ഖുർആന ലിയുബാഹി ബിഹിന്നാസ്, ജനങ്ങളോട് മത്സരിക്കാനാണ് നീ ഖുർആൻ ഓതിയത്. ഞാൻ നല്ല ഓത്തുകാരനാണ്, നല്ല അറിവുള്ള ആളാണ്, നല്ല ആലിമാണ് എന്ന് പറയാൻ വേണ്ടിയാ ഖുർആൻ പഠിച്ചതും ഖുർആൻ ഓതിയതൊക്കെ. ആളുകളുടെ മുന്നിൽ എനിക്ക് ആ പേര് കിട്ടും ചെയ്തു, എല്ലാവരും സർട്ടിഫിക്കറ്റും തന്നു, നല്ല ഓത്തുകാരനായിരുന്നു, നിന്റെ പള്ളിയിൽ നല്ല ആളുകൾ കൂടിയിരുന്നു, തീർന്നു. പരലോകത്തേക്ക് നിന്റെ ഹൃദയം കഴിഞ്ഞത് പോയോ ആ ആയത്ത്? അതാണ് ചോദ്യം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി സദഖ നൽകിയവനാണ് പടച്ചവനെ, ഇന്നി മുതസദ്ദിഖ്, ഞാൻ ധാരാളം സദഖ നൽകിയിട്ടുണ്ട് എന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനിരിക്കുന്ന ദാനധർമ്മി പറയുമ്പോൾ അള്ളാഹു പറയും, കദബ്ത, നീ നുണ പറഞ്ഞു. വലാകിൻ തസദ്ദഖ്ത ലിഅൻ യുഖാല അന്നക മുതസദ്ദിഖ്, നീ ധർമ്മിഷ്ഠനാണ് എന്ന് പേര് കിട്ടാൻ. ആ പേര് നിനക്ക് കിട്ടിയില്ലേ? ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ സദഖ കൊടുത്ത ആള് നീയാണെന്ന് കമ്മിറ്റിക്കാരെ സമ്മതിച്ചു, നാട്ടുകാരെ സമ്മതിച്ചു. പിന്നെന്തേ? പേര് കിട്ടാനല്ലേ നീ സദഖ കൊടുത്തത്? ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞതാണ്. എന്നെ പറ്റിയാണെന്ന് ഞാൻ പേടിക്കേണ്ടത്, ഓരോരുത്തരെ പറ്റിയാണെന്ന് പേടിക്കണം. അങ്ങനെ ഹൃദയം പേടിച്ച് കർമ്മം ചെയ്യണം. വജിലത് ഖുലൂബുഹും, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയം പേടിക്കും. അപ്പൊ പ്രവാചകരെ, ഞങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടുള്ള പേടിയാണോ? അല്ല, ഞാൻ ചെയ്ത നന്മ അള്ളാഹു സ്വീകരിച്ചോ എന്ന പേടി. അതാണ് ഖുലൂബുഹും വജിൽ, അവരുടെ ഹൃദയങ്ങൾ അത് പിടച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പാരായണം ചെയ്തത്. നന്മ ചെയ്ത ആള് കൂടെ തെറ്റ് ചെയ്തതിനെ പറ്റിയല്ല, ഞാൻ ചെയ്ത നന്മ അള്ളാഹു സ്വീകരിച്ചോ എന്നുള്ള പേടിയാ. പ്രിയപ്പെട്ടവരെ, കർമ്മം ഉണ്ടായാൽ പോരാ, ഇത് പൊളിയാതെ അവിടെ എത്തും വേണം. അതിനടുത്ത 11 മാസം തെളിയണം, അടുത്ത നമ്മുടെ ജീവിതം തെളിയിക്കണം ഈ നോമ്പ് പൊളിയാതെ കിട്ടിയിട്ടുണ്ട് എന്ന്. നന്നായി നമ്മൾ ഓർക്കണം ആ വിഷയം. അതുകൊണ്ട് ഈദ്ഗാഹിലേക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയവരായി, സ്വീകരിക്കപ്പെട്ട നോമ്പുമായി, സ്വീകരിക്കപ്പെട്ട തറാവീഹുമായി, സ്വീകരിക്കപ്പെട്ട സദഖകളുമായി, സ്വീകരിക്കപ്പെട്ട ഖുർആൻ പാരായണവും പഠനവുമായി, സ്വീകരിക്കപ്പെട്ട ഇസ്ലാമിക ജീവിതവും പുണ്യപ്രവർത്തനങ്ങളുമായി നാളെ അല്ലാഹുവിങ്കൽ നല്ല മനസ്സുമായി, നല്ല വസ്ത്രം ധരിച്ച്, പ്രത്യേകം പെരുന്നാളിന്റെ നീയത്തോടുകൂടി കുളിച്ച്, പുരുഷന്മാർ സുഗന്ധം പൂശി, ഏറ്റവും മാന്യമായ വസ്ത്രധാരണയോടെ, പകയില്ലാത്ത മനസ്സോടെ മുഴുവൻ ആളുകളും ഒരുമിച്ച് അണിചേർന്ന് നാളെ ഈദ്ഗാഹിൽ ഒരുമിച്ച് നിൽക്കണം. അതിനുള്ള മഹാഭാഗ്യം നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ആഘോഷങ്ങളെ സത്യവിശ്വാസികൾക്കുള്ളൂ. അതൊന്ന് ഈദുൽ ഫിത്തറാണ്, രണ്ടാമത്തേത് ഈദുൽ അദ്ഹയാണ്. ഇത് രണ്ടും മഹത്തായ 2 ഇബാദത്തിന്റെ പിറകിലാണ്. ഒന്ന് ഖുർആൻ ഇറങ്ങി തുടങ്ങിയതിനോടനുബന്ധിച്ച് നോമ്പ്, 2 ഖുർആൻ അവസാനിച്ചതനുബന്ധിച്ച് അല്യൗമ അക്മൽതു ലക്കും, അപ്പോഴാണ് ഹജ്ജിനാണ്. അപ്പൊ ഒരു ആഘോഷം ഖുർആൻ തുടങ്ങിയതുമായി ആ സന്ദർഭത്തിലാണ് കടന്നു വരുന്നത്. രണ്ടാമത്തെ ആഘോഷം ഖുർആനിന്റെ അവതരണം അവസാനിച്ചതുമായി ബന്ധപ്പെട്ട്. ആഘോഷങ്ങൾ ഖുർആനുമായാണ്. അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നത്, ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ, ആഹ്ലാദിച്ചുകൊള്ളുന്ന. ഖുർആൻ കൊണ്ടുള്ള ആഹ്ലാദത്തിൽ തോന്നിയാസം ഉണ്ടാവില്ല. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും അതേ ഖുർആൻ കൊണ്ട് തന്നെ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, ആഹ്ലാദിച്ചുകൊള്ളുക എന്ന് സൂറത്തു യൂനുസിലെ 57-58 ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നന്നായി ഖുർആൻ കൊണ്ടുള്ള ആഹ്ലാദം, ഖുർആൻ കൊണ്ടുള്ള ആഹ്ലാദം. അത് പ്രകടനത്തിലും അതല്ലേ, ഖുർആനിന്റെ മെച്ചാണ് നമ്മൾ അന്നും കാണേണ്ടത്. പല ആളുകൾക്കും ഖേദകരം എന്ന് പറയട്ടെ, പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ ക്ഷീണം തീർക്കാനുള്ള ദിവസം, കിടന്നുറങ്ങാനുള്ള ദിവസം, ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ദിവസം, ഇങ്ങനെയൊക്കെയാണ്. പെരുന്നാളിൽ അതിനൊക്കെ അനുവാദം ഉണ്ടെന്നാണ് പല ആൾക്കാരെയും വിചാരം. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പം കുറച്ച് തണലത്തിരുന്നു സഹാബികൾ. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന തണലല്ലേ? പ്രവാചകൻ അവരോട് പറഞ്ഞു, നന്ദി കാണിക്കണം, നാളെ മറുപടി പറയേണ്ടി വരും. അൽലില്ലു വന്നൗമു മിനൻ നഈം, തണലും ഉറക്കവും അനുഗ്രഹമാണ്. സുമ്മല തുസ്അലുന്ന അൻഹുമാ യൗമിൽ ഖിയാമ, ഇത് രണ്ടിനെ കുറിച്ച് നാളെ ചോദിക്കും. ഇന്നലെ യുദ്ധം ചെയ്തതിന്റെ അവകാശമല്ല എന്ന് തണലത്തിരിക്കുന്നത്. ഇന്ന് തണലത്തിരുന്ന നാളെ നന്ദി കാണിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നാളെ പെരുന്നാൾ ദിവസം തീരെ ഉത്സാഹമില്ലാത്തവരായിരുന്നാൽ നമ്മുടെ നോമ്പാണ് സംശയത്തിന് നിഴലിൽ വരുന്നത്. ശരിക്കും ഓരോരുത്തരും മനസ്സിരുത്തിക്കോളും. ആയിഷാ ബീവി ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അവര് പറഞ്ഞു, ദഖല അലയ്യ അബൂബക്കർ, ഒരിക്കൽ എന്നെ കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. ഫഇന്ദി ജാരിയത്താനി മിൻ ജവാരി അൽ അൻസാർ, അൻസാറുകൾപ്പെട്ട 2 പെൺകുട്ടികൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. തുഗന്നിയാനി ബിമാ തഖാബലത് ബിഹിൽ അൻസാർ
ഫി യൗമി ബുആസ്, യൗമു ബുആസിലെ അൻസാറുകളുടെ പോരിശ പറഞ്ഞുകൊണ്ട് ആ രണ്ട് പെൺകുട്ടികളുടെ അടുത്ത് ഇങ്ങനെ പാട്ടുപാടുന്നുണ്ട്. മനസ്സിലായില്ലേ? വലൈസത്താബി മുഗന്നിയത്തൈൻ, അവരങ്ങനെ പാട്ടുകാരൊന്നുമല്ല, നന്നായി പാടാൻ അറിയുന്ന ആളുകളൊന്നുമല്ല, എന്നാലും പാടുകയാണ്, അവര് പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു ദേഷ്യം വന്നു. അബി മസ്മൂരി ശൈത്താൻ ഫീ ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ വീട്ടിലാണോ ഈ ഇബ്ലീസിന്റെ നാദം എന്ന് ചോദിച്ചു. ഇബ്ലീസിന്റെ നാദം ശരിക്ക് പാട്ടല്ല, മ്യൂസിക്കാണ്, താളവാദ്യങ്ങളും സുശരവാദ്യങ്ങളുമാണ്. പാട്ട് പാടിയപ്പോ തന്നെ അത് പ്രവാചകന്റെ വീട്ടിലായപ്പം അത് മ്യൂസിക്കിനോടാണ് അബൂബക്കർ സിദ്ദീഖ് അതിനെ കണക്കാക്കിയത്. മനസ്സിലായില്ലേ? മ്യൂസിക് ഹറാമാണ്. അതുപോലെയാണെന്ന് കരുതി പ്രവാചകന്റെ വീട്ടിൽ എന്താ പാട്ടും കളിയുമാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ? വദാലിക ഫി യൗമി ഈദിൽ ഫിത്ർ, അതൊരു ചെറിയ പെരുന്നാൾ ദിവസമായിരുന്നു. അത് കേട്ടപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ, ഓ അബൂബക്കർ, ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ വഹാദാ ഈദുനാ, എല്ലാ ജനതക്കും ഒരു ഉത്സവമുണ്ട്, ഒരു ആഘോഷമുണ്ട്. വഹാദാ ഈദുനാ, ഇതാണ് എന്റെ ആഘോഷം, ഇതാണ് നമ്മുടെ ആഘോഷം. മുസ്ലിമിന്റെ ആഘോഷം ഏതാണ്? ചെറിയ പെരുന്നാൾ. അപ്പൊ കുറച്ചു കുട്ടികൾ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ ഓണാക്കി ഇരിക്കണം, എന്നിട്ട് ആ മ്യൂസിക്കും ആ ഉടുത്ത് കഴിച്ചിട്ട് പെണ്ണുങ്ങളും അവരെ കിന്നാരും കേട്ടിരിക്കണം, നല്ല ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ന്യായമായ പാട്ടുപാടാം, ചരിത്രഗാനങ്ങൾ, ചരിത്രപാട്ടാണ് അവർ പാടിയത്. അങ്ങനെ ദീനീ ബോധം ഉണ്ടാക്കുന്ന വല്ല പാട്ടും പാടാം. അങ്ങനെ കുട്ടികൾ പാടിയാൽ അത് കേൾക്കുന്നവർ തടയണ്ട, കുറച്ച് ഉല്ലസിക്കട്ടെ അവർ എന്ന് പറഞ്ഞു. സ്വഹീൽ ബുഖാരിയിൽ കാണാം, ഖാലിദുൽ ഹദ്ദ അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറിൽ നിന്ന് റിപ്പോർട്ട്, അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഷഹറാനി ലാ യൻഖുസാനി, 2 മാസമുണ്ട്, ഒരു കുറവും വരില്ല. ആ മാസത്തിൽ എണ്ണം കുറഞ്ഞാലും അത് മുഴുവൻ 29 അല്ലെങ്കിൽ 30ന്റെ കൂലിയാ. അങ്ങനെ 2 മാസമുണ്ട്. എന്താ 2 മാസം? ഷഹറാ ഈദ്. ആ 30ന്റെ കൂലി കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് പെരുന്നാളിന്റെ മാസങ്ങളാണ്. ഒന്ന് റമദാൻ, ദുൽഹിജ്ജ. ഉദ്ദേശിക്കുന്നത് റമദാന്റെ പിറകിലാണല്ലോ പെരുന്നാൾ വരുന്നത്. ഒന്ന് റമദാൻ മാസം. റമദാൻ മാസത്തിൽ സ്വതവേ അള്ളാഹു കർമ്മങ്ങൾക്ക് കൂലി കുറയ്ക്കില്ല, പൂർണ്ണമായിട്ട് തരും. അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലും. ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസം മാത്രമല്ല, മുഴുവൻ 2 മാസം അള്ളാഹു പൂർണ്ണതയുള്ള മാസം എന്ന് പ്രഖ്യാപിച്ച 2 മാസമാണ്. ഏതാ 2 മാസം? ഒന്ന് ദുൽഹിജ്ജ, 2 റമദാൻ. അതുകൊണ്ട് റമദാനിന്റെ ആ പൂർണ്ണത ഉണ്ടാകാനുള്ള യോഗ്യതയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, പ്രതിഫലത്തിൽ ഒരു കുറവും വരുത്താതെ. സാധാരണ നിസ്കരിച്ചാൽ, നബി പറഞ്ഞു, ചില ആൾക്കാർക്ക് നിസ്കരിച്ചാൽ 10-1 കൂലി കിട്ടുള്ളൂ, ചിലർക്ക് 9-1 കിട്ടും, ചിലർക്ക് 8-1 ഉണ്ടാവും, ചിലർക്ക് 7-1, ചിലർക്ക് പകുതി, അല്ലേ, ചിലർക്ക് 3-1, 3-2, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ചിലർക്ക് മുഴുവനായിട്ട് കൂലി കിട്ടും. പക്ഷെ റമദാനിലും ദുൽഹിജ്ജയിലും ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്ന പരിപാടി കുറവാണ്. എന്താണ് കൂലി കുറഞ്ഞു പോണത്? നമ്മുടെ നിസ്കാരത്തിനുള്ള ഒരുക്കം ശരിയല്ലാത്തതുകൊണ്ടാ, നിയ്യത്ത് ശരിയല്ലാത്തതുകൊണ്ടാ, സഫ് ശരിയല്ലാത്തതുകൊണ്ടാ, ഉദു ശരിയല്ലാത്തതുകൊണ്ടാ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്, പിന്നെ കൂലി കുറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുബഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാണ്. സുബഹി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക. ആ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകന് 2-3 തവണ ഖുർആൻ തെറ്റി. സൂറത്ത് റൂമാണ് ഓതുന്നത്. 2-3 തവണ പ്രവാചകനെ തിരുത്തി ഓതേണ്ടി വന്നു. സലാം വീട്ടിയിട്ട് പ്രവാചകൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ ഒളു ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. നോക്കൂ, അപ്പൊ നിസ്കാരത്തിന്, ഒരു ജമാഅത്ത് നിസ്കാരത്തിന് ഒരുമിച്ചാണ് ബർക്കത്ത്. അപ്പൊ ഒരാള് പള്ളിയിൽ അശ്രദ്ധമായിട്ടിരുന്നാൽ ജമാഅത്തിന്റെ മൊത്തം പ്രതിഫലത്തെ അത് ബാധിക്കും. ഞാൻ എന്റെ കൂടെ നമസ്കരിക്കുന്നവരുടെ പ്രതിഫലം കളയരുത് എന്ന് നന്നായി ഒതുവെടുക്കുമ്പോഴും പള്ളിയിലേക്ക് നേരത്തെ വന്ന് കാത്തിരിക്കുമ്പോഴും സഫിലിരിക്കുമ്പോഴും സഫ് നിൽക്കുമ്പോഴും ഒക്കെ ഓരോരുത്തർക്കും ബോധം വേണം. ജമാഅത്ത് നിസ്കരിക്കുമ്പം അവന്റെ നിസ്കാരം മാത്രമല്ല പാഴാകുന്നത്. പ്രവാചകൻ പറഞ്ഞാണ്, സ്വഹീഹായ ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, ഇന്ന് കൂടെ വന്ന ഒരാളുടെ ഒളു ശരിയായിട്ടില്ല, അതുകൊണ്ട് എന്താണ്, എനിക്ക് ഖുർആൻ 2 തവണ തെറ്റി എന്ന് പറഞ്ഞു. നോക്കണം നിങ്ങൾ, വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മെ ബന്ധിപ്പിക്കാൻ ഊഷ്മളമായ ഇത്തരം ചില സന്തോഷ വർത്തമാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ നിലനിർത്തണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. റമദാനിലൂടെ നേടിയെടുക്കേണ്ട വിശുദ്ധിയും അതേപോലെ ചെറുതും വലുതുമായ ഇബാദത്തുകളുടെ ജാഗ്രതയും മരണം വരെ നിലനിർത്താൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أوصيكم ثانيا وإياي بتقوى الله. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. എന്നെയും നിങ്ങളെയും സവിശേഷമായി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ.
പെരുന്നാളിന് ഒരുങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കറിയാം, എന്നാലും നമ്മളൊന്ന് അയവിറക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി പെരുന്നാൾ അത് മുഅക്കദത്തായ ഒരു സുന്നത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ അത് ഫർളാണ് എന്ന രീതിയിൽ, സ്ത്രീകൾക്ക് പോലും ഫർളാണ് എന്ന രീതിയിലാണ് ഉത്ബോധനങ്ങൾ നൽകിയത് എന്ന് കാണാൻ സാധിക്കും. ആരോഗ്യമുള്ള എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ ഈദ്ഗാഹിൽ വരണം എന്നുള്ളതാണ് പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിലാണ് നിർവഹിച്ചത്. മഴയോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പള്ളിയിൽ നമസ്കരിക്കാൻ അല്ലെങ്കിൽ ഒരു മറയുള്ളിടത്ത് നമസ്കരിക്കാൻ അനുവാദമുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ എന്തുകൊണ്ട് ഈദ്ഗാഹ്? നിസ്കരിക്കാൻ അനുവാദമില്ലാത്ത സ്ത്രീകൾ പോലും പങ്കെടുക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. മുഅത്തിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട്, അവർ പറഞ്ഞു, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഖ്രിജഹുന്ന ഫിൽ ഫിത്രി വൽ അദ്ഹ. പ്രവാചകൻ ഞങ്ങളോട് ഈദുൽ ഫിത്തറിനും ഈദുൽ അദ്ഹയ്ക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. ഈദുൽ ഫിത്തറിനും ഈദുൽ അദ്ഹയ്ക്കും ഞങ്ങളോട് എന്ന് പറഞ്ഞാൽ അൽ അവാത്തിഖ് വൽ ഹുയ്യൽ വദവാത്തിൽ ഹുദൂർ, ആരെയും അതിൽ വിട്ടിട്ടില്ല. മനസ്സിലായില്ലേ? കന്യകകളോട് വരാൻ പറഞ്ഞു, വീടിന്റെ അകത്തളങ്ങളിൽ അന്തപ്പുരങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകളോട് വരാൻ പറഞ്ഞു, ആർത്തവകാരികളോട് പോലും വരാൻ പറഞ്ഞു. പക്ഷേ ആർത്തവകാരികൾ നിസ്കാരത്തിൽ വിട്ടു നിൽക്കുക, ഈദ്ഗാഹിൽ അവരുണ്ടാകണം. ആ ഉപദേശത്തിലും ഇങ്ങനെയാ പറഞ്ഞത്, അവർ അവിടെ നമസ്കാരം അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഹൈറിൽ പങ്കെടുക്കുകയും ചെയ്യണം. അവിടുത്തെ ഹൈർ എന്തൊക്കെയാണെന്ന് പണ്ഡിതന്മാർ ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടെ പൊതുവെയുള്ള ദുആകൾ. 2, ഈദ്ഗാഹിൽ അള്ളാഹു പ്രത്യേകമായി ചൊരിയുന്ന ബറക്കത്ത്. 3, ഈദ്ഗാഹിലെ സ്വദഖ. ഇങ്ങനെയുള്ള ബറക്കത്തുകൾ കിട്ടാൻ വേണ്ടി എല്ലാവരും എന്ത് ചെയ്യണം? ഈദ്ഗാഹിൽ വരണം. എല്ലാവരും ആ സത്യവിശ്വാസികൾ വിശുദ്ധമായ മനസ്സുമായി ഇനി അടുത്ത ഒരു ജീവിതം നന്മയിലായിരിക്കുമെന്ന പ്രഖ്യാപനവുമായി അല്ലാഹു അക്ബർ മുഴക്കിക്കൊണ്ട് ആണും പെണ്ണും എല്ലാവരും വരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒഴിച്ച് എല്ലാവരും ഈദ്ഗാഹിൽ എത്താൻ നമ്മൾ സഹായിക്കണം, നേരത്തെ ഒരുങ്ങണം എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോ ചില സ്ത്രീകൾ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയാണ്, അത്തിയാബി പറയാണ്, യാ റസൂലല്ലാഹ് ഇഹ്ദാനാ ലാ യകൂനു ലഹാ ജിൽബാബ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് തലയൊന്നാകെ നന്നായി മറയ്ക്കാവുന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട പ്രകാരം ഒരു ജിൽബാബില്ല പ്രവാചകരെ, ഒരു നീളം കൂടിയ ഒരു മുഖമക്കര ധരിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ ശേഷം പറഞ്ഞു, ലിത്തുൽബിസ്ഹാ ഉഖ്തുഹാ മിൻ ജിൽബാബിഹാ. അവളുടെ കയ്യിലില്ലെങ്കിൽ അവളുടെ സഹോദരി അവൾക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കട്ടെ. അപ്പൊ സഹോദരിമാരോട് വസ്ത്രം കടം വാങ്ങിയിട്ടാണെങ്കിലും പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈദ്ഗാഹിലേക്ക് വരണം. ഈദ്ഗാഹിലേക്ക് വരൽ അത്രയും പുണ്യമുള്ള, വളരെ പുണ്യമുള്ള ഒരു സംഗതിയാണ് എന്ന് കാണാൻ സാധിക്കും. ചിലരൊക്കെ ഫറലാണ് എന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്ക് കാണാം. ഇനി മറ്റൊന്ന് പറഞ്ഞു, അൽ ഹുയ്യലു യഖ്റുജുന ഫീകുന്ന ഖൽഫൻ നാസ്. ആർത്തവകാരികൾ ഈദ്ഗാഹിൽ ഏറ്റവും പിറകിൽ ചെന്നിരിക്കണം. എന്നിട്ട് യുക്കബ്ബിർന മഅന്നാസ്, അവർ തക്ബീറിൽ പങ്കെടുക്കണം, നിസ്കാരത്തിൽ പങ്കെടുക്കണ്ട. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ മുഴക്കുമ്പോൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? അവിടുന്ന് തക്ബീറിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ വരണം. അങ്ങനെ ഈദ്ഗാഹിലെ ഖൈർ നിങ്ങൾ സ്വന്തമാക്കണം എന്ന് കൃത്യമായി പറഞ്ഞു. കുട്ടികളും പങ്കെടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ബുഖാരി. സാധാരണ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുന്നത് പ്രവാചകൻ വിലക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. വളരെ ചെറിയ കുട്ടികളെ കൊണ്ടുവരാം, അടങ്ങിയിരിക്കുന്ന കുട്ടികളെയും കൊണ്ടുവരാം. അതല്ലാത്ത കുട്ടികളെയും ഭ്രാന്തന്മാരെയും പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കളിക്കുന്ന കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരരുത്. നേരെ മറിച്ച് അടങ്ങുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ, പ്രവാചകൻ ഒക്കെ തീർത്ത് സംസ്കരിച്ച് ശരിയാണ്, അങ്ങനെയുള്ളതല്ലാതെ അത് പിന്നീട് നിയന്ത്രിച്ചിട്ടുണ്ട്. ആദ്യകാലത്തുള്ള അനുഭവമാണ്. ഇനി ആ കഥയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെയും കൊണ്ട് പള്ളിയിൽ വരാമെന്നാരും വിചാരിക്കരുത്. ചില ജുമുഅക്കും ചില ജമാഅത്തുകളിലൊക്കെ സ്ത്രീകൾ കുട്ടികളെ കൊണ്ടുവന്ന് ബാക്കി എല്ലാവർക്കും ശല്യമായിരിക്കും. അത് ഒരു മെച്ചമായിട്ട് ആരും കണക്കാക്കണ്ട. പക്ഷെ ഈദ്ഗാഹിൽ കൊണ്ടുവരണം. ഈദ്ഗാഹിൽ കുറച്ച് കുട്ടികൾ ബഹളം വെക്കട്ടെ, കരയട്ടെ. അത് ഈദ്ഗാഹിൽ കൊണ്ടുവന്ന് പ്രത്യേകം പറഞ്ഞത് അല്ലാത്തപ്പോൾ തടഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ ബഹളം വെക്കുന്ന കുട്ടികളായിട്ട് ഉമ്മാര് വരരുത്. അഥവാ വന്നാൽ തന്നെ മാറിയിരിക്കണം. അവർ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത്. ഒക്കെ പ്രവാചക നിർദ്ദേശമാണ്. അതേപോലെ മാനസിക അസ്വസ്ഥതയുള്ളവരും പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ ഈദ്ഗാഹിൽ കഴിയുന്നവർക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അശഹിത്തൽ ഈദ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പ്രവാചകരുടെ കാലത്ത് ചെറിയ കുട്ടിയായിരുന്നല്ലേ? ഇബ്നു അബ്ബാസിനോട് ചോദിക്കാണ്, അന്ന് നിങ്ങൾ ഈ കുട്ടികളൊക്കെ ഈദ്ഗാഹിൽ വന്നിട്ടുണ്ടോന്നാ ചോദ്യം. സ്വഹീൽ ബുഖാരിയിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിരുന്നു. വലൗലാ മൻസിലത്തി മിൻ മാ ഷഹിദ്തുഹു മിന സിഗർ. കുട്ടിയായതുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല. മനസ്സിലായില്ല? ഒരു സ്ഥലം പറഞ്ഞു, ഫഅത്തൽ അലം അല്ലദീ ഇൻദ ദാരി കസീർ ഇബ്നു സൽഫ്. കസീർ ഇബ്നു സൽഫിന്റെ വീടിന്റെ അടുത്തൊരു സ്ഥലം പറഞ്ഞു, അവിടെ ഇരിക്കാനാ പറഞ്ഞു. ഈദ്ഗാഹിന്റെ അടുത്താ.
അപ്പൊ ഈദ്ഗാഹിനടുത്ത് കുട്ടികളെ വേറൊരു സ്ഥലത്താണ് ഇരുത്തിയത്. കുട്ടികളെ ഇതിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന ഇടയിലല്ല ഇരുത്തി, കുട്ടികളെ വേറെ തന്നെ എന്ത് ചെയ്തു, ഇരുത്തി എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് ഫസല്ല നിസ്കരിച്ചു. സുമ്മ ഖത്തബ, പിന്നെ പ്രവാചകൻ ഖുത്ബ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട്. വലം യദ്കുർ അദാനൻ വലാ ഇഖാമ, ബാങ്കും ഇഖാമത്തും ഒന്നുമില്ല പെരുന്നാൾ നിസ്കാരത്തിന്. സുമ്മ അമറ ബി സദഖ, അത് കഴിഞ്ഞ് ഖുത്ബയും കഴിഞ്ഞ് പ്രവാചകൻ സദഖ കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഈദ്ഗാഹിലെ സദഖ പ്രത്യേകം കൂട്ടുന്ന റമദാനിൽ മാത്രമല്ല ഈദ്ഗാഹിൽ സദഖ. അതുകൊണ്ട് ഈദ്ഗാഹിൽ സദഖ കൊടുക്കാനുള്ള ഒരു തുകയുമായിട്ടല്ലാതെ പുതിയ കുപ്പായിടുമ്പോൾ കീശയിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആരും വരരുത്. കീശയിൽ എന്തെങ്കിലും ഇട്ടിട്ടന്നെ ഈദ്ഗാഹിൽ വരാവും. അത് പ്രത്യേകം സുന്നത്താണ്, പ്രത്യേകിച്ച് സ്ത്രീകളോട്. ഫജഅലൻ നിസാഉ യുശിർന ഇലാ ആദാനിഹിന്ന വഹുലൂഖിഹിന്ന, പെണ്ണുങ്ങൾ നോക്കിയപ്പോൾ പല കയ്യിലും നാണയങ്ങളില്ല. പ്രവാചകൻ ചോദിച്ചു, നിങ്ങളെ കാതിൽ വല്ലതുണ്ടോ അല്ലെങ്കിൽ കഴുത്തിൽ വല്ലതുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ അവരുടെ ആഭരണങ്ങൾ നോക്കിയിട്ട് അത് അഴിച്ചിടാൻ വേണ്ടി പറഞ്ഞു. എപ്പോ? പെരുന്നാൾ. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് സദഖ വേണ്ടി ഉപദേശിച്ചു. ഇത് ചെറിയ കുട്ടിയായ കാലത്ത് ഇബ്നു അബ്ബാസ് കണ്ട വിശേഷം പറഞ്ഞു കൊടുത്താണ്. അവർ ആ കഥയൊക്കെ പറഞ്ഞു. സുമ്മ റജഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അവർ എന്ത് ചെയ്തു, പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വന്നു. അവരുടെ സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലം കാണിച്ചാൽ അടയാളം പറഞ്ഞു കൊടുത്തു. അവിടെ നിന്നാൽ മതി, കുട്ടികൾ മുന്നോട്ട് വരരുതെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളൊരു സ്ഥലത്ത് നിർത്തി, അവർ നിർത്തി. ഇവർ ഈ കാഴ്ചകളൊക്കെ കണ്ടു. നിസ്കാരം കഴിഞ്ഞ പാട് എല്ലാവരും കുട്ടികളും കൂടി നബിന്റെ അടുത്തേക്ക് ഓടിയും, നബിയെ ചുംബിക്കാനും നബിയോട് സലാം പറയാനും വേണ്ടി കുട്ടികളൊക്കെ കൂടി നബിയുടെ അടുത്തേക്ക് ഞങ്ങൾ ഓടിച്ചെന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിസ്കരിക്കാത്തവരും ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ നിസ്കരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഈദ്ഗാഹിൽ വരണം എന്നുള്ളത് നിഷ്കർഷയായിരുന്നു കാണാൻ സാധിക്കും. ഈദ്ഗാഹിൽ വരുന്നതിന് മുമ്പ് സകാത്തുൽ ഫിത്ർ കൊടുക്കണം. എന്താണെന്നറിയില്ല പലർക്കും. നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച മുതൽ അതിന് മുമ്പത്തെ ആഴ്ച മുതൽ കേൾക്കൽ തുടങ്ങിയാണത്. എല്ലാവർക്കും അറിയാം കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടോ ധാന്യങ്ങളില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഇബ്ലീസും കൂടെ സമ്മതിക്കൂല കൊടുക്കാൻ. എന്നിട്ട് അവസാനം വെച്ച് എന്റേത് വന്നില്ല, കൊടുത്തില്ല. എന്തിനായി സംഘാടകരെ ബുദ്ധിമുട്ടിക്കുന്നത്? സ്വഹാബികളൊക്കെ 15 ദിവസം മുമ്പ് തന്നെ ശേഖരിക്കലൊക്കെ ഉണ്ട്. അത് കൊടുക്കേണ്ട ബാധ്യത തൊട്ട് മുമ്പാണ്. അതായത് ഇന്ന് ഈദ്ഗാഹ് ആണെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ മകള് പ്രസവിച്ചു, ഭാര്യ പ്രസവിച്ചു, ആ കുട്ടിക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് വലിയവർക്കുള്ളതല്ല, അടിമക്കും കൊടുക്കണം, കുട്ടികൾക്കും കൊടുക്കണം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരു രക്ഷിതാവിന്റെ കീഴിൽ ചെലവ് നടത്തുന്ന ഒരാളുടെ കീഴിൽ ഒരു തൊഴിലാളി ആ വീട്ടിൽ അയാളുടെ ചെലവ് പറ്റി താമസിക്കുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം? അവരുടെ ഫിത്ർ സക്കാത്തും അയാൾ കൊടുക്കണം. ഒരാളുടെ ചെലവിൽ നടക്കുന്ന എല്ലാവരുടെ ഫിത്ർ സക്കാത്തും അവർ താമസിക്കുന്നിടത്ത് കൊടുക്കണം. ഗൾഫിൽ താമസിക്കുന്ന ഒരു ഗൾഫ് കൊടുത്താൽ മതി, ഇങ്ങോട്ട് കൊടുത്തയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുന്നു മാത്രം. ഇവിടെ താമസിക്കുന്നവർ ഇവിടെ കൊടുക്കാം. മനസ്സിലായില്ലേ? ഇനി പ്രത്യേകം വീടെടുത്ത് ജോലി സ്ഥലത്തോ മറ്റൊക്കെ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാർ തറവാട്ട് കൊടുത്തയക്കേണ്ട കാര്യമില്ല. അവിടുത്തെ അവിടെ കൊടുത്തോളൂ. നമ്മൾ താമസിക്കുന്നിടത്ത് അത് കൊടുക്കണം. അത് ഉത്സാഹത്തോടു കൂടി. പെരുന്നാളിൽ സമൃദ്ധിയായിരിക്കണം. അന്നാരും പട്ടിണി എടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി, പ്രവാചകൻ ഫിത്ർ സക്കാത്ത് ഫർളാക്കി. തുഹറത്തൽ ലിസ്വായിം, നോമ്പുകാരന് ശുദ്ധി, മിനൽ ലഗ്വി വറഫസ്, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ടാത്ത വാക്കോ വേണ്ടാത്ത പ്രവർത്തനമോ വന്നാൽ ഫിത്ർ സക്കാത്ത് കൊണ്ടുള്ള മായ്ച്ചു. നോമ്പിൽ വന്ന ന്യൂനത അള്ള പുറത്തുതരാണ്. എന്തുകൊണ്ട്? ഫിത്ർ സക്കാത്ത് കൊണ്ട്. മസാക്കീൻ, അഗതികൾക്ക് മുഴുവൻ ഭക്ഷണം. മൻ അദ്ദാഹാ ഖബല സലാ, നിസ്കരിക്കുന്നതിന് മുമ്പ് കൊടുത്താൽ ഫയ്യ സക്കാത്ത് മഖ്ബൂല, അത് സ്വീകരിക്കപ്പെട്ട സക്കാത്താണ്. അല്ലെങ്കിൽ സക്കാത്തിന്റെ വീടൂല, ബാധ്യതയായി. മൻ അദ്ദാഹാ ബഅദ സലാ, നിസ്കാരം കഴിഞ്ഞിട്ടാണ് അയാൾ കൊടുക്കുന്നെങ്കിൽ ഫയ്യ സദഖ മിന സദഖാത്ത്, സാധാരണ സദഖ കൊടുക്കുന്ന പോലെ ഒരു സദഖയാണ് എന്ന് പരിചയപ്പെടുത്തി. ഫിത്ർ സക്കാത്ത് നിങ്ങൾ ഇന്ന് അത് ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയമാണ്, അതെല്ലാവരും കൊടുക്കണം. തീരുമാനിച്ചിട്ട് കൊടുത്തിട്ട് സംഘാടകരിനി പിന്നെ അവസാന സമയത്ത് കൊടുത്തിട്ട്. കാരണം ഫിത്ർ സക്കാത്ത് ഒരിക്കലും ധാന്യമല്ലാതെ കൊടുക്കാൻ പാടില്ല. വീട്ടിലെ മുഖ്യഭക്ഷണം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സംഘടിച്ച് ശേഖരിച്ച് കൊടുക്കുന്നത് പ്രത്യേകം പുണ്യമാണ്. നിലവാരമുള്ളതും ഒരേ ഇനത്തിലുള്ളതും കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ പണം വാങ്ങി ധാന്യം തന്നെ ശേഖരിച്ചിട്ടാണ് കൊടുക്കുന്നത്. സുന്നത്തതാണ്, ചെയ്യേണ്ടതും അതാണ്, നമ്മുടെ കമ്മിറ്റി ചെയ്യുന്നതും അതാണ്. പരമാവധി കൃത്യമായി നമ്മളത് വർഷങ്ങളായി നിർവഹിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ തുക നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ പങ്കാളിയാവാൻ പറ്റുള്ളൂ. വീട്ടിലെ ഓരോ അംഗത്തിനും, ചെറിയ കുട്ടികൾക്ക് പോലും, അന്ന് ജനിക്കുന്ന കുട്ടിക്ക് പോലും കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇനി പ്രസവിച്ചിട്ടില്ലെങ്കിൽ അതൊഴിച്ച് ബാക്കിയെല്ലാം കൊടുക്കുക. അന്നാണ് പ്രസവിക്കുന്നതിൽ അപ്പം നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്തോളൂ, ആ ഒരു ഓഹരി കൂടി കൊടുത്തോളൂ എന്നാണ് പറയാനുള്ളത്. പിന്നെ വൃത്തി വേണം, സുഗന്ധം വേണം. അത് ഞാൻ പറയാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു പട്ടുവസ്ത്രം കൊണ്ടുപോയി കൊടുത്തൊരിക്കൽ ഉമറുൽ ഫാറൂഖ് എന്നാണ്, ബുഖാരിയിലെ ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു, തജമ്മൽ ബിഹാലിൽ ഈദി വൽ വഫൂദ്, പ്രവാചകർ ഇത് ഞാൻ നിങ്ങൾക്ക് വിൽക്കട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ വാങ്ങുമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പെരുന്നാളിനിടാലോ. പെരുന്നാളിന് പ്രത്യേകം ഡ്രസ്സ് ഇടുക എന്നുള്ളത്, പുതിയ ഡ്രസ്സ് ഇടുക എന്നുള്ളത് പുണ്യമാണ്. നമുക്ക് അതിന് മനസ്സിലായി. അത് പട്ടുവസ്ത്രം ആയതുകൊണ്ട് പ്രവാചകൻ വാങ്ങിയില്ല, അത് വേറെ കാര്യം. പക്ഷേ അവിടെ ഒരു വിഷയം അവർ പഠിച്ചിട്ടുണ്ട്, തജമ്മൽ ബിഹാലിൽ ഈദി വൽ വഫൂദ്, നിവേദക സംഘങ്ങളെ സ്വീകരിക്കാനും പെരുന്നാളിനും മനോഹരമായ വസ്ത്രം ധരിക്കുന്നതും പുതിയ വസ്ത്രം ധരിക്കുന്നതും അത് സുന്നത്തുള്ളൊരു കാര്യമാണ്. പുതിയ വസ്ത്രമൊക്കെ വാങ്ങാൻ കഴിയാത്തവരുടെ വസ്ത്രത്തിന്റെ കാര്യം കൂടി നിങ്ങളെ മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി
ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബിസു യൗമൽ ഈദി ബുർദത്തൻ ഹംറ, ഒരു ചുവന്ന വസ്ത്രം. പ്രവാചകൻ ഇതിനൊക്കെ പുറമെ ഒരു ചുവന്ന തട്ടടാറുണ്ട്. സാധാരണ കുപ്പായത്തിന് പുറമെ പ്രവാചകൻ ശേഷം എന്ത് ചെയ്യാറുണ്ട്? ഒരു ചുവന്ന വസ്ത്രം, അദ്ദേഹം പ്രത്യേകമായ ഒരു കളറുള്ള വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് ധരിച്ചിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം. പുരുഷന്മാർക്ക് സുഗന്ധം പൂശൽ അത് സുന്നത്താണ്. സ്ത്രീകൾ പുതിയ കുപ്പായിട്ടോളി, പക്ഷെ സുഗന്ധം പൂശരുത്. സുഗന്ധം വീട്ടിൽ, അത് ഭർത്താവിനായിരിക്കും. ഈദ്ഗാഹിലൊക്കെ വരുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യരുത്? വില കൂടിയ സുഗന്ധം പൂശി വരുന്ന സമ്പ്രദായം പല സ്ത്രീകൾക്കുമുണ്ട്. സുഗന്ധം പൂശിയ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം പുറത്തു വരാൻ പാടില്ല. എന്താ? അവരെ വ്യഭിചാരി എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് വിഷമിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് ഇസ്തഅ്തറത്, അവൾ സുഗന്ധം പൂശി, സുമ്മ ഖറജത്, പിന്നെ മിൻ ബൈത്തിഹ, അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഫഹിയ സാനിയ, അഭിസാരിക എന്നാണ് അവൾ വിളിച്ചത്. അതുകൊണ്ട് സുഗന്ധം പൂശി വരരുത്. സംഗതി നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്തവരോ ഗൾഫിൽ താമസിച്ചവരോ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ളവരോ ഒക്കെ ആയിരിക്കും. വില കൂടിയ സുഗന്ധമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളെ സുഗന്ധത്തെക്കുറിച്ച് മറ്റുള്ളവർ അഭിപ്രായം പറയും. പെണ്ണുങ്ങൾ മാത്രമല്ല സഹസിൽ പോകുമ്പോൾ ചെയ്തോളൂ. ഈദ്ഗാഹ് അങ്ങനെയല്ല. പെണ്ണുങ്ങൾ പിറകിലാണെങ്കിലും അത് അങ്ങാടിയിലൂടെ നടക്കുന്ന സന്ദർഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും പെരുന്നാളല്ലേ എന്നുള്ള ആ ഒരു ഉപാധി വെച്ച് പോലും സ്ത്രീകൾ സുഗന്ധദ്രവ്യം പൂശരുത് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പെരുന്നാളിന് ഈദ്ഗാഹ് അടുത്താണെങ്കിൽ നടന്നു വരലാണ് സുന്നത്ത്. നടക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. നടന്നു വന്നാൽ അള്ളാഹ് നമ്മുടെ പാപം പുറത്തു തരുമെന്ന് പറഞ്ഞു. ഓരോ പാദം വെക്കുമ്പോഴും ഓരോ പാപം അള്ളാഹ് പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാളിന്, ജുമുഅക്കും പെരുന്നാളിനൊക്കെ വരുമ്പോൾ നടക്കാൻ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം? നടക്കണം. പെരുന്നാളിനെങ്കിലും ദയവ് ചെയ്ത് സുബഹി കഴിഞ്ഞൊന്ന് കിടന്നുറങ്ങാതിരിക്കും. എന്തിനാണ് ഈ ശീലം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നാട്ടിലെമ്പാടുമുണ്ട്. പെരുന്നാൾ നല്ല ഉന്മേഷത്തോടു കൂടി അള്ളാഹനെ കാണാൻ, നല്ല മനസ്സുമായി, നല്ല ശരീരവുമായി, തക്ബീറുകളുമായി അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്ന ആ സമയത്ത് ഈദ്ഗാഹിലേക്ക് കുറച്ച് നേരത്തെ ഉന്മേഷത്തോടു കൂടി എല്ലാവരെയും ഒന്ന് ഒരുക്കി പറഞ്ഞയച്ച് പുറപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാണ്. മടിയന്മാരായിട്ട്, മനസ്സിലായില്ലേ? ഇത്രയും ദിവസം നോമ്പ് ഒറ്റവും പോരാ, ഇനിയിപ്പൊ ഇന്ന് കൂടി എന്ന് പറഞ്ഞിട്ട് എന്ന ആ ഒരു ഇഷ്ടമല്ലാതെ ഈദ്ഗാഹിലേക്ക് ദയവേദാരം പോലെ ഒരു നല്ല കുളിർമയുള്ള ശരീരവും മനസ്സുമായിട്ട് പോയി. രാത്രി ഉറക്കമൊഴിച്ചിട്ടായി താരാറ്. എന്തിനാ ഈ പെരുന്നാളിന്റെ രാത്രി ഉറക്കമൊഴിക്കുന്നത്? പെരുന്നാളിന്റെ രാത്രി നമ്മൾ നന്നായി ഉറങ്ങി പകൽ കൃത്യസമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ നന്നായി എത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മറ്റൊന്ന്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറാത്ത്, ഈത്തപ്പഴം കഴിക്കൽ സുന്നത്താണ്. വീട്ടിൽ നിങ്ങൾ എന്തുണ്ടാക്കിയാലും ഈത്തപ്പഴം കഴിക്കൽ സുന്നത്താണ്. അത് ഒറ്റയായിട്ട് 3, 5, 7 ഇങ്ങനെയുള്ള എണ്ണങ്ങളിൽ എന്താണ്? ഒറ്റയായിട്ട് ഈത്തപ്പഴം കഴിക്കണം. നോമ്പ് മുറിക്കുമ്പോൾ മാത്രമല്ല ഈത്തപ്പഴം സുന്നത്തുള്ളത്. ഈദ്ഗാഹിൽ പ്രത്യേകിച്ച് ചെറിയ പെരുന്നാളിന് പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? വയൗകുലുഹുന്ന വിത്രൻ, ഒറ്റയായിട്ട് അത് തിന്നുന്ന. മറ്റേ പറഞ്ഞ ഹത്താ യഅകുല തമറാത്ത്, ഏതാനും ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈദ്ഗാഹിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ല ഈത്തപ്പഴം വീട്ടിൽ വാങ്ങിക്കൊണ്ടൊക്കെ കുട്ടികളോടൊക്കെ തിന്നാൻ പറയാം. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാലും ഇത് സുന്നത്താണ്, കഴിക്കണം എന്ന് പറയും. ഒരു 3 ഈത്തപ്പഴമെങ്കിലും എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 7 വരെ ഈത്തപ്പഴം, 9 ഈത്തപ്പഴം, അങ്ങനെയൊക്കെ പ്രവാചകൻ ശേഷം കഴിച്ചിട്ടുണ്ട്, കഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു പോകാന്നുള്ളത് ഏതായാലും സുന്നത്താണ്. അത് ചെറിയ തോതിൽ നമ്മൾ കഴിച്ചിട്ട് വേണം പുറപ്പെടാൻ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന റിപ്പോർട്ട് ചെയ്യുന്ന കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് വരുമ്പം ഞങ്ങൾ പോകാറുണ്ടായിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, ഐമൻ ബിൻ ഉമ്മി ഐമന്റെ മകൻ ഐമൻ, ഇങ്ങനെ ഒരു സംഘം ഒന്നായിട്ട് നബിയുടെ കൂടെയാണ് ഈദ്ഗാഹിലേക്ക് പോയത്. ഞങ്ങൾ ഒരുമിച്ച് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് അതിൻ്റെ കാര്യം പുണ്യമുണ്ട്. സുഹൃത്തുക്കൾ അടുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ, നല്ലതാണ്. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാറുള്ളത്? ഈദ്ഗാഹിലേക്ക് പോകാറുണ്ടായിരുന്നത്. ആ സമയത്ത് റാഫിയൻ സൗതഹു ബിത്തഹ്ലീലി വത്തക്ബീർ, നടക്കുമ്പോഴും ഞങ്ങൾ ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറയാറുണ്ടായിരുന്നു എന്നാണ്. അതാണ് ഇത്. ഈ പിന്നെ സ്വഹാബികൾ ചൊല്ലിയ തക്ബീറിന്റെ രൂപങ്ങളെ ഉള്ളൂ, റസൂലുള്ളാഹി ചൊല്ലിയ രൂപങ്ങളില്ല. നമുക്കത് മതി. സ്വഹാബികൾ, ഉദാഹരണത്തിന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ തക്ബീർ കാണാൻ സാധിക്കും. അല്ലാഹു അക്ബർ. മറ്റൊരു റിപ്പോർട്ടിൽ 3 വട്ടമുണ്ട്. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. ഇനി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചൊല്ലിയ തക്ബീർ കാണാൻ സ്വഹീഹായി വന്നത് കാണാൻ സാധിക്കും. എന്താണ്? അദ്ദേഹം പറഞ്ഞു, കബ്ബിറുല്ലാഹ്, നിങ്ങൾ തക്ബീർ ചൊല്ലണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ
ഇങ്ങനെയുള്ള തക്ബീറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സുന്നത്തിൽ വന്നത് നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും സ്ത്രീകളും ഉറക്ക ചെല്ലേണ്ടതില്ല, പക്ഷെ സ്ത്രീകളും തക്ബീർ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫിത്ർ, ഈദുൽ ഫിത്റിന് പ്രവാചകൻ പുറത്തു വരും. ഫസല്ലാ റക്അത്തൈനി, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കും. ലം യുസല്ലി ഖബലഹുമാ വലാ ബഅദഹുമാ, അതിനു മുമ്പോ അതിനു ശേഷമോ പ്രവാചകൻ നിസ്കരിക്കാറില്ല. ഈദ്ഗാഹിൽ പെരുന്നാളിന് മുമ്പ് 2 റക്അത്ത്, ശേഷം 2 റക്അത്ത് ഒന്നുമില്ല. പള്ളിയിൽ ഈദ്ഗാഹ്, അപ്പൊ മഴയാണെങ്കിൽ നമ്മൾ പള്ളിയിൽ നടത്തേണ്ടി വരും, അറിയാലോ. 8 മണിക്കാണ് ഈദ്ഗാഹിന്റെ സമയം, ശരിയല്ലേ? സമയം ശരിയല്ലേ? 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് നിസ്കാരം തുടങ്ങും. നിങ്ങൾ 7:45 ഈദ്ഗാഹിൽ എത്തണം, അതിന് മുമ്പ് എത്തണം. എന്നിട്ട് തക്ബീർ മുഴക്കണം. സുബഹ് കഴിഞ്ഞാൽ സഹാബത്ത് കുളിച്ചൊരുങ്ങി പുറപ്പെട്ടു നമ്മൾ കാണുന്നത്. കഴിയുന്നത്ര നേരത്തെ എന്ത്, പിന്നെ കുടുംബത്തേക്ക് ഒരുക്കാനുള്ള സാവകാശമുള്ളവർക്ക് അങ്ങനെ. ഏതായിരുന്നാലും കഴിവതും വേഗം വരണം. ഒരു 7:45 എല്ലാവരും എത്തി 8 മണിക്ക് കൃത്യം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നിസ്കാരം ആരംഭിക്കും. അതിനുവേണ്ടി ഒരുങ്ങണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ വരും പ്രവാചകൻ, വേറെ നിസ്കരിക്കില്ല. സുമ്മ അത്തൻ നിസാ വ മഅഹു ബിലാൽ, പിന്നെ പ്രവാചകൻ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുമെന്നാണ്. 2 കാര്യമാണ്. ഒരിക്കൽ അവർ ഖുത്ബ കേൾക്കാഞ്ഞത് രണ്ടാമത് ആവർത്തിച്ചു. സ്ത്രീകൾ കേൾക്കേണ്ട കുറച്ച് ഒരിക്കൽ പറഞ്ഞു ഖുത്ബ ഒന്നുകൂടി സ്ത്രീകൾക്ക് മാത്രമായിട്ട് പറഞ്ഞു കൊടുത്തു. ചില സ്ത്രീകൾ പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ പറഞ്ഞ ശരിക്കും ഞങ്ങൾ കേട്ടില്ല, പുറത്ത് ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അവർക്ക് പ്രത്യേകം ഖുത്ബ നടത്തി. മാത്രവുമല്ല ബിലാൽ റളിയല്ലാഹുവിനെയും കൂട്ടി, ബിലാലിന്റെ കൈ ഇങ്ങനെ ഊന്നിപ്പിടിച്ചിട്ടാണ് പെണ്ണുങ്ങളോട് ഖുത്ബ പറഞ്ഞതും കൂടി ഉണ്ട്. 2 ഖുത്ബ നടത്തി പ്രവാചകൻ. ഒന്ന് പിന്നെ മുന്നിൽ വെച്ച് നടത്തി, 2 പിറകിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, ബിലാലിന്റെ കയ്യിൽ ഇങ്ങനെ ഊന്നിപ്പിടിച്ച് നടത്തി. എന്നിട്ട് ഒരു തട്ടം പിരിച്ച് പെണ്ണുങ്ങളോട് പറഞ്ഞു, ആഭരണങ്ങൾ എല്ലാതുണ്ടെങ്കിൽ ഇട്ടോളൂ, അല്ലെങ്കിൽ സദഖ എന്തെങ്കിലും നൽകണം എന്ന് പറഞ്ഞു. പുരുഷന്മാരോടും സദഖ നൽകി എന്ന് കാണാൻ സാധിക്കും. ഇതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സദഖ നൽകാനുള്ള തീരുമാനമുണ്ടാകണം. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട പുണ്യം, പിന്നെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് സ്വാഭാവികമായി ശ്രദ്ധയിൽപ്പെടുത്തപ്പെടും. പെരുന്നാളുകാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ഏത് ഖുത്ബയിലും മറ്റുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. 7 തക്ബീറുകൾ നിസ്കാരത്തിൽ ഉണ്ടാകും. രണ്ടാമത്തെ റക്അത്തിൽ 5 ഉണ്ടാകും. തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെയാണ് 7, അപ്പൊ 8 ഉണ്ടാവും. അടുത്തതിൽ വന്ന തക്ബീറിന് പുറമെ 5 തക്ബീർ ഉണ്ടാവും. ഈ തക്ബീറിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അത് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ മറന്നു പോകുന്നുണ്ടോ ഒന്നും കുഴപ്പമില്ല. ആരെങ്കിലും തക്ബീർ കുറഞ്ഞു പോയി വിചാരിച്ച് എന്റെ പെരുന്നാൾ പോയി എന്നൊന്നും വിചാരിക്കരുത്. തക്ബീർ പല എണ്ണത്തിലുമാകാം. അത് സുന്നത്തുള്ള ഒരു സംഗതിയാണ്. തക്ബീർ വർദ്ധിക്കണം. തക്ബീർ എങ്ങാനും ചൊല്ലാൻ ഇമാം മറന്നുപോയാൽ ഒരാൾ പിറകിൽ നിന്ന് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൊടുത്ത സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതും ചെയ്യാവുന്നതാണ് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മറ്റു ചില പെരുന്നാളിന്റെ ദിവസം നമ്മൾ ശ്രദ്ധിക്കുന്ന ചില മര്യാദകളുണ്ട്. ഞാൻ പിന്നീട് അത് ഓർമ്മിപ്പിക്കാം. സുന്നത്ത് നിസ്കാരത്തിന് ശേഷമുള്ള ക്ലാസ്സിൽ അത്തരം കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാം. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു അങ്ങേയറ്റത്തെ പുണ്യമായി നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. അളവില്ലാതെ പ്രതിഫലം നൽകി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഈ റമദാനിൽ നിർവഹിച്ച ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം, അതേപോലെ തന്നെ തറാവീഹ്, മറ്റ് എല്ലാ ഇബാദത്തുകളും, പള്ളിയിൽ ഞങ്ങൾ കഴിച്ചുകൂട്ടിയത്, നിന്റെ ദീന് ഞങ്ങൾ പഠിച്ചത്, ധാരാളമായി സദഖ നൽകിയത്, അതെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അതിന്റെ പേരിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭക്തിയും തഖ്വയും വിനയവും നീ മരണം വരെ നിലനിർത്തി തരണമേ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബത്തിനോടുമൊപ്പം നീ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കണമേ. നോമ്പുകാരന് 2 സന്തോഷമുണ്ടെന്ന് നിന്റെ വാഗ്ദാനമാണ്. 1, നോമ്പ് മുറിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം. 2, നോമ്പുകാരായി നാളെ സ്വർഗത്തിലെത്തുമ്പോൾ നാഥ നിന്റെ അതിസുന്ദരമായ വദനം നേരിൽ ദർശിക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം, നിന്നെ നേരിൽ ദർശിക്കാനുള്ള ആ മഹാഭാഗ്യം ഈ നോമ്പുകാരണമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയി. ഇന്നും 2 സഹോദരങ്ങളുടെ മരണവാർത്ത കേട്ടുകൊണ്ടാണ് ഞാൻ ഈ മെമ്പറിലേക്ക് കയറിയത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്ത് നൽകുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകണമേ. നാഥ, നോമ്പുകാലമായിട്ടും പാപം പൊറുക്കപ്പെടാത്തവർ തുലഞ്ഞുപോയി എന്നാണ് പഠിപ്പിച്ചത്. ആ ഒരു ദുർഗതി വരാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ഞങ്ങളുടെ പാപം അഖിലം ശുദ്ധീകരിക്കാൻ ഈ നോമ്പ് ഒരു കാരണമായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. രോഗം കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട്, സുഹൃത്തുക്കൾക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പല കാരണങ്ങളാൽ പരസ്പരം വന്നുപോയ പിണക്കങ്ങൾ, അതേപോലെ തന്നെ അകലങ്ങൾ, അതെല്ലാം ഇണക്കിച്ചേർക്കാനും നിന്റെ മാർഗത്തിൽ നീയാണ് ഏറ്റവും വലുത്, നിന്റെ കൽപ്പനയാണ് ഞങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ആ ഒരു നിലവാരത്തിൽ അങ്ങേയറ്റത്തെ ഇണക്കത്തോടെ നിന്റെ മാർഗത്തിൽ ജീവിക്കാനും നിന്റെ ആദർശം പ്രചരിപ്പിക്കാനും നിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരണമടയാനും ഈ സഹോദരങ്ങൾക്ക് മുഴുവൻ നീ സൗഭാഗ്യം നൽകണമേ നാഥ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا لا تخزنا يوم القيامة ربنا لا تخزنا يوم القيامة ربنا لا تخزنا يوم القيامة اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من هوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا صيامنا وقيامنا وطاعاتنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنا نسألك الجنة ونعوذ بك من النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على محمد وعلى آل محمد اتقوا الله عباد الله പെരുന്നാളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ചിലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൽ ഒന്ന്, തക്ബീറുകൾ കലവറയില്ലാതെ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായി, പെരുന്നാളിന് പ്രത്യേകം സദഖ നൽകാനുള്ള ഒരു താല്പര്യം, അതിനുവേണ്ടിയുള്ള ഒരുക്കം ഉണ്ടാകണം എന്നുള്ളതാണ്. മറ്റൊന്ന്, പെരുന്നാളിന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഏതാനും ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതൊറ്റയായിരിക്കണം എന്നുള്ളതും സുന്നത്താണ് എന്നുള്ളതാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മര്യാദകളിൽ മറ്റൊന്ന്, പള്ളിയിലേക്ക് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതും തിരിച്ചു വരുന്നതും 2 വഴികളിലൂടെ ആവുക. അത് സുന്നത്താണ്. കാരണം പുതിയ ആളുകളെ കാണാനും അവരോട് സലാം പറയാനും ബന്ധം പുതുക്കാനും ഒക്കെയുള്ള ഒരു സമയം എന്നുള്ള നിലക്കാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പെരുന്നാൾ ആശംസകളാണ്. പെരുന്നാൾ ആശംസകൾ സ്വഹാബികളിൽ നിന്ന് താബിഈങ്ങളിൽ നിന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തഖബ്ബലല്ലാഹു മിന്ന വമിൻക, കൂലി കിട്ടുന്നതും പ്രതിഫലാർഹമായതുമായ ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബലല്ലാഹു മിന്ന വമിൻക. മറ്റേതെങ്കിലും പറയാത്തത് കൊണ്ട് ആർക്കും കുറഞ്ഞുപോയും തോന്നണ്ട. ഇത് യഥാർത്ഥത്തിൽ മാതൃക അനുസരിച്ച് ലഭിച്ച ഒരു സംഗതിയാണ്. നേരത്തെ ഇസ്രായേല്യർ അവർക്ക് മന്നും സൽവയും കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പച്ചക്കറി വേണം, വെള്ളരി വേണം, ഉള്ളി വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അപ്പൊ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത്തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. എന്തിനാണ് മികച്ചതിനേക്കാൾ നിങ്ങൾ നിസ്സാരമായതിനെടുക്കുന്നത്? സ്വഹാബത്തിന്റെയും താബിഈങ്ങളെയും മാതൃകയിൽ ലഭിച്ച പ്രാർത്ഥന നിലവിലുണ്ടായിരിക്കെ പുതിയ ആശംസകൾ ആരും കണ്ടുപിടിക്കരുതെന്നാണ് പറയാനുള്ളത്. ഇപ്പൊ ഈദ് മുബാറക്ക് പോലുള്ള സംഗതികളൊന്നും യഥാർത്ഥത്തിൽ അത് മറ്റു ചില മതസ്ഥരുടെ ആചാരങ്ങളെ അറബീകരിച്ചതാണ്. അങ്ങനെയുള്ള ഈ ആശംസകൾ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ പരസ്പരം ആശംസിക്കേണ്ട എങ്ങനെയാണ്? തഖബ്ബലല്ലാഹു മിന്ന വമിൻക, തഖബ്ബലല്ലാഹു മിന്ന വമിൻക. ഇതാണ് പരസ്പരം ആശംസിക്കേണ്ടത്. അള്ളാഹു നമ്മളെ നോമ്പും ഇബാദത്തുകളും സ്വീകരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. പരസ്പരം ഞങ്ങളതും നിങ്ങളതും സ്വീകരിക്കട്ടെ എന്നാണ്. പിന്നെ പെരുന്നാളിന് ഖബർ സിയാറത്ത് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പലർക്കും ധാരണയുണ്ട്. സത്യത്തിൽ പെരുന്നാളിന് ഖബർ സിയാറത്ത് ഇല്ല. പെരുന്നാളിന് ഖബറിന്റെ അടുത്ത് പോലെ തന്നെ ശരിയല്ല. എന്താ കാരണം? ലാ തജലു ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ പെരുന്നാളാക്കരുതെന്ന് ഹദീസനുണ്ട്. പെരുന്നാൾ അപ്പൊ ഉത്സവവുമായി കാരണം ഖബർ എന്ന് പറയാൻ എന്തിനുള്ളതാ? ഫൈനഹ തുദക്കിറുക്കുമുൽ ആഖിറ, ഫൈനഹ തുദക്കിറുക്കുമുൽ മൗത്ത്, മരണത്തെ ഓർമ്മിപ്പിക്കാനും പരലോകത്തെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. അപ്പൊ ആ സമയത്ത് സന്തോഷിക്കാം, അതേപോലെ തന്നെ നന്നായി ഭക്ഷണം കഴിക്കാം. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് വെക്കരുത്. ബാക്കിയുള്ള നോമ്പ്, ഒരു നോമ്പ് കൂടെ ബാക്കിയുള്ളൂ. അതിനിപ്പോ പെരുന്നാളാണ് നോറ്റളയാം എന്നാരും വിചാരിക്കരുത്. ഇനി അങ്ങനെയുള്ള അങ്ങനത്തെ നോമ്പാണെങ്കിലും മറ്റെന്ത് നോമ്പാ, അന്നൊരു കാരണവശാലും നോമ്പ് വെക്കരുത്. അന്ന് അയ്യാമു അക്കിലും വഷുർബിന്ന, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അന്ന് കുറച്ചധികം ഒരു പരിധി വിടാത്ത രൂപത്തിൽ. എന്നാൽ
ധാരാളമായി നമ്മൾ ചെല്ലുന്ന വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചും പടച്ചോൻ അതിനുള്ള തൗഫീഖ് നമുക്ക് തരും. അതെന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യാനുള്ള ദിവസമാണ്. അറിയാതെ പോലും ആരും ആ ദിവസം നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നഹാ അൻ സിയാമി യൗമൈനി, 2 ദിവസം നോമ്പ് റസൂൽ വിലക്കിയിട്ടുണ്ട് എന്നാണ്. യൗമിൽ അദ്ഹ വ യൗമിൽ ഫിത്തർ, അതൊന്ന് ബലി പെരുന്നാളിനും 2 ചെറിയ പെരുന്നാളിനുമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അനുവദനീയമായ കളികളും മറ്റുമൊക്കെ ആവാം, കുട്ടികൾക്കും മറ്റുമൊക്കെ, അതിന് വിരോധമൊന്നുമില്ല. അത് ഹറാമിന്റെ യാത്രകളും കളികളും വിനോദങ്ങളുമാക്കി മാറ്റരുത്. സിനിമാ ഹാളുകളിലേക്കും മറ്റുള്ള തോന്നിവാസങ്ങളിലേക്കും റിയാലിറ്റി ഷോകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഗമങ്ങളാക്കി അത് മാറ്റരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ തന്നെ ഞാൻ ഹദീസ് വായിച്ചല്ലോ, 2 കുട്ടികൾ പാട്ട് പാടിയപ്പോൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു, അതിനെ വിലക്കിയില്ല. അതേപോലെ തന്നെ ആയിഷ ബീവി പറയുന്നുണ്ട്, പിന്നെ ഞാൻ പ്രവാചകന്റെ തോളിൽ ഇങ്ങനെ കാലിങ്ങനെ പൊക്കിയിട്ട് തോളിൽ വെച്ച് എന്റെ കവളും പ്രവാചകന്റെ കവളും തട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അഭിഷക്കാര് കുന്തപ്പയറ്റിനടുത്ത് ഞാൻ കണ്ടു. പ്രവാചകൻ എനിക്ക് കാണാൻ അവസരം ഉണ്ടാക്കി തന്നു. അതും ഒരു പെരുന്നാളിന്റെ ദിവസത്തിലായിരുന്നു. അത് പിന്നെ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന അതിനാണ്. ഫജഅൽതു അൻദുറു ഇലൈഹി മിൻ ഫൗഖി ആതിഖിഹി ഹത്താ ശബീതു, എനിക്ക് മതി വരുമാറ് അദ്ദേഹത്തിന്റെ ചുമലിന് മുകളിലൂടെ ആ കാഴ്ച കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അനുവാദം നൽകി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫി യൗമി ഈദിൻ എന്നാണ് ഹദീസിലുള്ളത്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. പെരുന്നാൾ ദിവസത്തിലാണ് അത് ഉണ്ടായിരുന്നത്. അപ്പൊ പെരുന്നാളിന് അങ്ങനെ കുറച്ച് കളികൾ കാണുന്നതോ കളിക്കുന്നതോ അനുവദനീയമായ ചില സംഗതികൾ വിരോധമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ അശ്രദ്ധമായി കുറെ അധർമ്മങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പെരുന്നാളിന് രാവിലെ തന്നെ ക്ലീൻ ഷേവ് ഒന്നും ചെയ്ത് ആരും ഈദ്ഗാഹിലേക്ക് പുറപ്പെടരുത്, പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഒരു വണ്ടി അടിയന്തരമായിട്ട് മാറ്റി കൊടുക്കണം. 75-29 സാൻഡ്രോ, 75-29 അതൊന്ന് മാറ്റി കൊടുക്കണം. പിന്നെ ഈ സുന്നത്തുകൾ പരമാവധി എടുക്കണം. പെരുന്നാളിന് ഏതായാലും എടുക്കണമല്ലോ. അതുകൊണ്ട് പെരുന്നാളിന് ആരും താടിയൊന്നും പഠിച്ച് ഈദ്ഗാഹിലേക്ക് വരരുത്. നമ്മൾ ഏതായാലും നോമ്പിന് പരമാവധി സുന്നത്തൊക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചല്ലേ, അന്ന് രാവിലെയും കൂടി ക്ലീൻ ഷേവ് ആക്കണ്ടെന്ന് പറഞ്ഞത്. മീശ വെട്ടണം, കട്ടി മീശ വെച്ചും വരരുത്. അതെന്ത് ചെയ്യണം? ഒന്ന് ചെറുതാക്കണം. അതാണ് ആ വിഷയത്തിൽ. അത് ഓരോരുത്തരും സ്വീകരിക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ. അത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ ചെറിയ സുന്നത്താണെങ്കിൽ പോലും എന്ത് ചെയ്യണം? നമ്മളത് ശ്രദ്ധിക്കണം, എടുക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ആണും പെണ്ണും കൂടി കലരലാണ്. അത് ഈദ്ഗാഹിൽ ചിലപ്പോൾ 2 ആയിരിക്കും. പക്ഷെ ഈദ്ഗാഹിൽ കയറുമ്പോഴും ഈദ്ഗാഹിൽ ഇറങ്ങുമ്പോഴും സ്ത്രീകളും അത് ശ്രദ്ധിക്കണം, പുരുഷന്മാരും ശ്രദ്ധിക്കണം. നമ്മുടെ വഴി 2 ആയിരിക്കണം, നമ്മൾ ഇറങ്ങുന്നത് 2 ആയിരിക്കണം. പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന ആളുകൾക്കും ഫോട്ടോ എടുക്കാനായിട്ട് കുറെ ആൾക്കാർ വരും, പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കാനായിട്ട് കുറെ എണ്ണം വരും. പറ്റുമെങ്കിൽ ഏതെങ്കിലും പത്രക്കാരെ കണ്ടാൽ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കരുതെന്ന് പറയാം. അതിന് സംഘാടകരെ ആളെ വെച്ചാലും വേണ്ടിയില്ല. തോന്നിയാസല്ലേ പരിപാടി? പെണ്ണുങ്ങളെ ഫോട്ടോ നല്ല കളർ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പത്രത്തെ പ്രദർശിപ്പിക്കാനല്ല. പത്രക്കാർക്ക് അത് വേണ്ടി വരും, അവർക്കെല്ലാം ഭയങ്കരയാണ്. എന്നാൽ പവിത്രമായ ഈ റമദാനിന്റെ പരിസമാപ്തി കുറിക്കുന്ന സമയത്ത് നമ്മുടെ പെണ്ണുങ്ങളെ ഫോട്ടോ പത്രത്തിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ ഈദ്ഗാഹിൽ അനുവദിക്കരുത്. ഇനി അറിയാതെ വല്ലതും അവർ ചെയ്തു പോയാൽ നമ്മളെ പരിധിപ്പെട്ട സംഗതി അല്ലല്ലോ. പക്ഷെ സ്ത്രീകൾ ശ്രദ്ധിക്കണം, മാന്യമായ വസ്ത്രം ധരിച്ചു വരണം. ഇത് മുക്കാൽ കൈ, ഹാഫ് കൈ ഒക്കെ ആയിട്ട് പുതിയ പുതിയ ഡിസൈനൊക്കെ ആയിട്ട് എടുത്തു കൊണ്ടുവരുന്നതായിരിക്കും. അതൊക്കെ ഇട്ട് വന്ന് നിസ്കരിക്കുമ്പോൾ ഒരു മൂടും. നിങ്ങൾ പെരുന്നാളിന്റെ ഡ്രസ്സ് നിസ്കരിക്കാനും കൂടി കൊള്ളുന്നതാകണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. ഏതായിരുന്നാലും ശരി, അങ്ങനെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സുഗന്ധം പൂശുന്ന കാര്യം ഞാൻ നേരത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആക്ഷേപിച്ചിട്ടുള്ളത്. പെരുന്നാളാണെന്ന് കരുതി ഹറാം ഒന്നും ഹലാലാവുകയില്ല. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, റമദാനിലെ റബ്ബ് തന്നെയാണ് ശവ്വാലിലെയും റബ്ബ്. റമദാനിലെ റബ്ബ് തന്നെയാണ് ശവ്വാലിലെയും റബ്ബ്. റമദാനിൽ നോക്കുന്ന പടച്ചോൻ തന്നെയാണ് ശവ്വാലിലും നോക്കുന്നത്. റമദാനിൽ കൂലി തരുന്ന പടച്ചോൻ തന്നെയാണ് ശവ്വാലിലും കൂലി തരുന്നത്. റമദാനിൽ തെറ്റുകൾക്ക് ശിക്ഷിക്കുന്ന പടച്ചോൻ തന്നെയാണ് ശവ്വാലും ശിക്ഷിക്കുക. ശവ്വാല് വേറെ ഒരു അസിസ്റ്റന്റിനെ പറഞ്ഞേക്കാന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് റമദാനിലെ റബ്ബ് തന്നെയാണ് ശവ്വാലിലെ റബ്ബ്. ഞാൻ വേറെ കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല, സംഗതി നിങ്ങൾക്ക് മനസ്സിലായി. ആ ഒരു ബോധം ജീവിതത്തിലുടനീളം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഞാൻ മ്യൂസിക്കിന്റെ കാര്യം പറയാണ്, ചെറുപ്പക്കാരോടും അല്ലാത്തവരോടൊക്കെ. പെരുന്നാളിന് മ്യൂസിക് ഹലാലാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയോ, വിഗ്രഹം ഹറാമാക്കിയ കൂട്ടത്തിലാണ് മ്യൂസിക് ഹറാമാക്കിയത്. വ്യഭിചാരം ഹറാമാക്കിയ കൂട്ടത്തിലാണ് മ്യൂസിക് ഹറാമാക്കിയത്. കള്ള് ഹറാമാക്കിയ കൂട്ടത്തിലാണ് മ്യൂസിക് ഹറാമാക്കിയത്. കള്ളിൽ നല്ലതില്ലല്ലോ, പ്രതിഷ്ഠയിൽ നല്ലതില്ലല്ലോ, വ്യഭിചാരത്തിൽ നല്ലതില്ലല്ലോ. പിന്നെ മ്യൂസിക്കിന് മാത്രം ഒരു നല്ലത് നിങ്ങളാരും കണ്ടുപിടിക്കാൻ പോകണ്ട. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടല്ലോ, ഒരുമിച്ച് ഒരു സംഗതി നിലനിൽക്കുമ്പോൾ ഒന്ന് മാത്രം വജൂഹിബിയിൽ വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു നിലക്കും ഒരു മുസ്ലിം മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിലെ സൗത്ത് ഇബിലീസിന്റെ സ്വരമാണ്. അള്ളാന്റെ കലാം ഖുർആനാണ്. മ്യൂസിക്കിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാൾക്ക് ഖുർആൻ ഇറങ്ങൂല, കേൾക്കുകയുള്ളൂ, ഇറങ്ങൂല, ഹൃദയത്തിൽ താഴോട്ട് പോവില്ല. ഖുർആനും മ്യൂസിക്കും ഒരുമിച്ച് നിൽക്കില്ല. അതുകൊണ്ട് ഖുർആനും മ്യൂസിക്കും ഒരുമിച്ച്, മ്യൂസിക് ഹറാമാണ്, നിഷിദ്ധമാണ്. മ്യൂസിക് വലിയ ആനന്ദവും ആശ്വാസവും ഒക്കെ പകരുന്നതാണെങ്കിൽ മരിച്ചിടത്തൊന്നും നമ്മൾ മ്യൂസിക് ഇടലില്ലല്ലോ.
ICUലൊന്നും മ്യൂസിക് ഇടലല്ലോ, അപ്പൊ മ്യൂസിക് അവിടെ ഒന്നും പറ്റില്ല നമുക്കറിയാലോ. അപ്പൊ ആളുകൾ വെറുതെ പറയാണത് ആശ്വാസം നൽകുന്നതെന്നൊക്കെ. എന്നാ പിന്നെന്താ മരിച്ചോടത്ത് ഏറ്റവും പുതിയ പാട്ട് കൊണ്ടിടാൻ മ്യൂസിക് കൊണ്ടിടാൻ നമുക്ക് കഴിയാത്തത്? അപ്പൊ അത് വെറുതെ പറയാണ്. അതൊക്കെ ആശ്വാസം നൽകുക. അത് കള്ള് നൽകുന്ന ലഹരി പോലത്തെ ലഹരി മാത്രമാണ്. ആ ലഹരി ആരും ആശ്വാസം എന്നൊന്നും വിളിച്ചു കളയരുത്. മ്യൂസിക് ഹറാമാണ്. പാട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. താളവാദ്യങ്ങൾ, ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് സുഷരവാദ്യങ്ങൾ. റസൂലുള്ളാഹി ഇത്ര കൂടി പറഞ്ഞു, സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാം, എന്റെ ഉമ്മത്തിൽ ഒരു ജനത ഉണ്ടാവുക തന്നെ ചെയ്യും, യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീർ വൽ ഖംറ വൽ മആസിഫ്, പട്ടും വ്യഭിചാരവും കള്ളും സംഗീതോപകരണങ്ങളും ഹലാലാണ് എന്ന് പറയുന്ന ഒരു ജനത എന്റെ ഉമ്മത്തിൽ തന്നെ വരും. നമ്മൾ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പെടാൻ പാടില്ല. പട്ടുവസ്ത്രവും വ്യഭിചാരവും കള്ളും സംഗീതോപകരണങ്ങളും അനുവദനീയമാണ് എന്ന് പറയുന്ന ഒരു ജനത ഉണ്ടാകും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നോമ്പൊക്കെ സത്യമാണെങ്കിൽ പെരുന്നാളിന് ഒരു ജമാഅത്ത് നിങ്ങൾ പാഴാക്കരുത്, ഞാനും പാഴാക്കരുത്. ഈ നോമ്പൊക്കെ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് എടുത്താണെങ്കിൽ അടുത്ത ദിവസം അത് കാണണ്ടേ ജീവിതത്തിൽ. എത്ര തിരക്കും യാത്രകളൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ, എവിടെ പോയാലും എന്ത് ചെയ്യണം? യാത്രക്കാരന് ആ രൂപത്തിലുള്ള യാത്രയാണെങ്കിൽ ഇളവുണ്ട് എന്ന് ചോദിച്ചു നിർത്തി കഴിഞ്ഞാൽ, ജമാഅത്ത് പെരുന്നാളായതുകൊണ്ട് വീട്ടിൽ വിശ്രമിക്കാമെന്ന് ആരും കരുതരുത്. പ്രത്യേകിച്ച് പുരുഷന്മാർ, നിങ്ങൾ എന്ത് ചെയ്യണം? പള്ളിയിൽ വരണം എന്നാണ് ആ വിഷയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. എടുത്തു പറയാനുള്ള ഒരു കാര്യം, ശവ്വാലിലെ 6 നോമ്പാണ്. മൻ സാമ റമദാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. ആരെങ്കിലും റമദാനിൽ മുഴുവൻ നോമ്പെടുത്തു, ശവ്വാലിൽ നിന്ന് 6 നോമ്പ് കൂടി എടുത്തു എങ്കിൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. അല്ലേ? ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു നന്മയ്ക്ക് എത്രയാ കൂലി? അള്ളാഹുവിനടുത്ത് 10. റമദാനിൽ മുഴുവൻ നോമ്പെടുത്താൽ എത്ര കൂലി കിട്ടും? 300 കൂലി കിട്ടും. 30 അല്ലേ? 300 കൂലി ഉണ്ടാവും. പിന്നെ ഒരു 6 കൂടി നിങ്ങൾ എടുത്താൽ ഒരു കൊല്ലാണ് തികയുള്ളൂ. അപ്പം വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലി നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? നമ്മൾ ഈ പ്രത്യേകിച്ച് അന്തർവർഷം 360 ദിവസമാണ് അത് നമുക്ക് കിട്ടുന്നത്. റസൂൽ കൃത്യമായി പറഞ്ഞു, കാന കസിയാമിദ് ദഹർ, വർഷം മുഴുവൻ നോമ്പെടുത്തു. ഒരു നോമ്പിന് 10 നോമ്പിന്റെ കൂലിയാണ്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാൽ 6 നോമ്പ്, അത് ശവ്വാലിലെ ഏത് ദിവസവും ആകാം. തുടർച്ചയായിട്ടാണെങ്കിൽ നല്ലത്. ശവ്വാലിൽ നിന്ന് ഏത് ദിവസവും. വീടാനുള്ള നോമ്പൊക്കെ അത് കഴിഞ്ഞിട്ട് വീടിയാൽ മതി. മനസ്സിലായില്ലേ? ഇനി 6 നോമ്പ് നോറ്റാൽ വീടാനുള്ള നോമ്പ് അതിന്റെ ഇടയിൽ വീടി പോകുന്നില്ല. അതൊക്കെ ഫിഖ്ഹി മസ്അലകളാണ്, അതിനൊന്നും വ്യക്തമായ തെളിവുകൾ ഇല്ല. അതിൽ വീടും ഏതെന്നറിയാമോ? 2 നോമ്പിന് കൂലി കിട്ടുന്ന ഒരൊറ്റ വകുപ്പേ ഉള്ളൂ. സ്ഥിരമായി തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ നോമ്പ് നോൽക്കുന്നവർക്ക് തുടർച്ചയായ 6 നോമ്പിൽ തിങ്കളോ വ്യാഴമോ വന്നാൽ 2 കൂലി കിട്ടും. അത് മാത്രമേ ഉള്ളൂ 2 കൂലി വരുന്നത്. ബാക്കി നമുക്ക് വീടാനുള്ള നോമ്പും 6 നോമ്പും രണ്ടും ഒരു നിയത്താക്കി നോക്കണ്ട, ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. അതേതാണെന്ന് മനസ്സറിഞ്ഞ് നിയത്ത് വെക്കുക. അപ്പം അബൂ അയ്യൂബ് അൻസാരി റിപ്പോർട്ട് ചെയ്ത പോലെ ഒരു വർഷത്തെ സിയാമുദ്ദഹർ, വർഷത്തെ നോമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. കാലത്തിന്റെ നോമ്പ് എന്നാണ് പറയാം. അത് പിന്നെ വാഗ്ദാനമാണ്, അത് നമ്മൾ മറക്കരുത്. പിന്നെ അങ്ങനെ ഈ നോമ്പിനെ പാഴാക്കുന്ന ഒന്നും ഈ പെരുന്നാളിന് വരരുത് എന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി സൂചിപ്പിക്കുന്നുള്ളൂ. സർവശക്തനായ അള്ളാഹു റമദാനിന്റെ പവിത്രത അത് ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാനുള്ള വിനയവും തഖ്വയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. മനസ്സറിഞ്ഞ് പടച്ചവനോട് ഏറ്റുപറയേണ്ട സമയങ്ങൾ, ഇത്രയും സ്വീകാര്യമായ സമയങ്ങൾ ഇനി ഉണ്ടാവില്ല. ഈ റമദാനിലെ പകലും രാവും നോമ്പുകാരന്റെ നോമ്പ് പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതാണ്. പാപമോചനം പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതാണ്. തൗബ പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും, ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ ഒന്ന് ഓർക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള വർത്തമാനത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ ഒന്ന് മനസ്സറിഞ്ഞ് പടച്ചോനെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ സ്വഭാവത്തിലും പരസ്പരം പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവർ, കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പിണങ്ങി നിൽക്കുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നവർ, ഇതാ ഈ റമദാനിന്റെ അവസാനം എടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയം വിമലീകരിക്കാനുള്ള സമയമാണ്. ഇല്ല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച എന്റെ സഹോദരൻ, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന എന്റെ സഹോദരൻ, ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്ന് അംഗീകരിക്കുന്ന എന്റെ സഹോദരൻ, സ്വഹാബത്തിന്റെ മാർഗമാണ് ശരിയായ ആദർശം എന്ന് അംഗീകരിക്കുന്ന ഒരു സഹോദരൻ, ഏതെങ്കിലും ജീവിതത്തിൽ ഒരു വീഴ്ച അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവനോട് പക വെച്ച് പുലർത്താനോ വിദ്വേഷം കാണിക്കാനോ വിഭാഗീയത വെച്ച് പുലർത്താനോ ഞാൻ തയ്യാറല്ല എന്നൊരു നല്ല തീരുമാനമെടുക്കാൻ ഈ റമദാൻ നമുക്ക് സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. 2 3 കാര്യങ്ങൾ ചോദിക്കുക. ഒന്ന്, യാത്രന്റെ പ്രശ്നം എനിക്ക് മടങ്ങും ചോദിച്ചോ.
തക്ബീർ ചെറിയ പെരുന്നാളിന് തക്ബീർ മഗ്രിബ് മുതൽ തന്നെ സുന്നത്താണ്. പക്ഷേ അത് ഏറ്റവും പ്രബലമായും വ്യാപകമായും നടപ്പാക്കേണ്ടത് സുബഹ് മുതലാണ്. സുബഹിന് ശേഷം തക്ബീർ ഇല്ലാത്തൊരു സമയം ഉണ്ടാവരുത്. ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലി ഈദ്ഗാഹിലേക്ക് പരമാവധി നേരത്തെ വന്ന് നിസ്കാരത്തിന്റെ സമയം വരെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. മഗ്രിബ് മുതൽ തന്നെ എന്താണ് മദീനയിലെ തെരുവുകളിൽ മാർക്കറ്റിലാണെങ്കിലും അവരെന്ത് ചെയ്യും? തക്ബീർ ചൊല്ലും. ആണുങ്ങൾ ഉറക്ക തക്ബീർ ചൊല്ലും. അപ്പൊ അങ്ങനെ തക്ബീർ ചൊല്ലണം. വീട്ടിലാണെങ്കിലും തക്ബീർ ചൊല്ലണം. മറ്റു കാര്യങ്ങളും ആവാം. ഇല്ലല്ല, ലോഹറിന് അത് ബലി പെരുന്നാളിന് കേട്ടോ. ഈദ്ഗാഹിന്ന് പിരിഞ്ഞാൽ തക്ബീറും കഴിഞ്ഞു. ബലി പെരുന്നാളിനാണ് പിന്നെ ലോഹർ കഴിഞ്ഞിട്ട് തക്ബീർ, അസർ കഴിഞ്ഞിട്ട് തക്ബീർ. അത് അയ്യാമത് തശ്രീഖിലൊക്കെ ഉണ്ട്. അവസാനത്തെ അസർ വരെ ഉണ്ട്. അത് ഈദുൽ ഫിത്തറിനില്ല. പിന്നെ ചില പണ്ഡിതന്മാർ ആ ദിവസം മുഴുവൻ തക്ബീർ ചൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പണ്ഡിതന്മാരുടെ ഇജ്തിഹാദ് മാത്രമാണ്, ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല. അതില്ല. അല്ല, ഞാൻ പറഞ്ഞത് റമദാന്റെ പിന്നാലെ തന്നെ നോമ്പെടുക്കുന്നു. അതിൽ തിങ്കളോ വ്യാഴമോ വന്നാൽ അതിൽ പെടും. വേറിട്ടെടുത്താൽ അതില്ല, അവർക്ക് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞു. ശരി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ചെയ്യണം. ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് തിങ്കളും വ്യാഴവും മാത്രം 6 നോമ്പ് വെക്കും, 2 കൂലിട്ട്. അത് കിട്ടൂല. അത് ആ തുടർച്ചയായി നോൽക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അല്ല, സ്ത്രീകളും തക്ബീർ ചൊല്ലണം, ഉരുവിടണം, നാവിന്ന് പുറത്തേക്ക് വരണം, ശബ്ദമല്ലാതെ അല്ല. ആണുങ്ങൾ കേൾക്കും. സ്ത്രീകളുടെ ശബ്ദം നഗ്നതയാണ്. സ്ത്രീകൾ അഥവാ പുരുഷന്മാർ കേൾക്കുന്ന ശബ്ദത്തിൽ ചെല്ലിയാൽ തന്നെ പരുക്കൻ ശബ്ദത്തിലായിരിക്കണം എന്നാണ്. അപ്പൊ സ്ത്രീകൾ ആണുങ്ങളെ പോലെ ഉച്ചത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയണമെന്നില്ല, അവർ അള്ളാഹു അക്ബർ എന്ന് പറയാം. അപ്പൊ സ്ത്രീകൾ ഉരുവിടണം. സ്ത്രീകൾ നാവ് കൊണ്ട് ശബ്ദം വെളിപ്പെടുമാർ ഉരുവിടണം. പക്ഷെ പുരുഷന്മാരെ പോലെ എന്ത് ചെയ്യരുത്? ഉച്ചത്തിൽ അവരെ ശബ്ദം പ്രത്യേകം വേർതിരിഞ്ഞ് കേൾക്കുന്ന രൂപത്തിൽ ഒക്കെ ബാധക, എല്ലായിടത്തും ബാധക. സമ്മേളനാണെങ്കിലും അല്ലെങ്കിലും പെണ്ണുങ്ങളെ ശബ്ദം അത് പുരുഷന്മാർക്ക് അത് ഔറത്താണ്, അത് ബാധകമാണ്, അവർ ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷന്മാരാകുന്ന സാഹസ് പോയിരിക്കുകയും ചെയ്യരുത്. പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്ന സാഹസിൽ പുരുഷന്മാർ പോയിരിക്കുക, പെണ്ണുങ്ങൾ പ്രസംഗം പുരുഷന്മാരിന്ന് കേൾക്കുക. ആണുങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ സംസാരിക്കുമ്പോൾ ആകർഷകമായ സ്വരം സ്വീകരിക്കും. ഇപ്പൊ ആയിഷാബിയുടെ പ്രസംഗം സ്വാമികൾ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ കേട്ടത്? അവരെ സംസാരം പരുഷമായിരുന്നു. എന്നാൽ പെണ്ണിന്റെ ആ ഒരു ആകർഷണം ഉണ്ടല്ലോ, അത് ഉണ്ടാവില്ല. ഗൗരവത്തിൽ സംസാരിക്കുക. അങ്ങനെ ഗൗരവത്തിൽ പ്രസംഗിക്കുന്ന പെണ്ണുങ്ങളെ പ്രസംഗം കേൾക്കുക വിരോധമല്ല. പ്രസംഗിക്കുന്ന പെണ്ണുങ്ങളെ ശ്രദ്ധിക്കേണ്ടത് എന്ത്? ആണുങ്ങളെ ആകർഷിക്കുന്ന മാതിരി പ്രസംഗിക്കാതിരിക്കാൻ. കൈ ഉയർത്തുന്നത് വിലക്കുകയോ കൽപ്പിക്കുകയോ ചെയ്ത ഹദീസുകളില്ല. കാരണം തക്ബീർ 2 തരത്തിലാണ്. ഒന്ന്, നിസ്കാരത്തിന്റെ തക്ബീറിനോട് ഖിയാസ് ചെയ്തു, ഇജ്തിഹാദ് ചെയ്തു ചില പണ്ഡിതന്മാർ. നിസ്കാരത്തിന്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ വെറും അല്ലാഹു അക്ബർ പറയലല്ല, കൈ ഉയർത്തലുണ്ട്. അതുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? ഓരോ തക്ബീർ കെട്ടുമ്പോഴും അല്ലാഹു അക്ബർ കൈ ഉയർത്തണം എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഓരോ തക്ബീറിനും പ്രത്യേകം കൈ ഉയർത്തി എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കൈ ഉയർത്തുകയോ ഉയർത്താതിരിക്കുകയോ ചെയ്യാം. അതിൽ പ്രത്യേകം കൽപ്പനയോ വിലക്കോ ഇല്ല. നിസ്കാരത്തിൽ കൈ ഉയർത്തുന്നവരെയും വിമർശിക്കേണ്ടതില്ല, കൈ ഉയർത്താത്തവരെയും വിമർശിക്കേണ്ടതില്ല. തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. 7 ചൊല്ലാം, 9 ചൊല്ലാം. എത്തിക്കാഫിൽ നിന്ന് എപ്പോൾ വിരമിക്കണം എന്നാണ് ചോദ്യം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന് ശേഷമാണ് വിരമിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന് ആരംഭിച്ചു. പ്രവാചകൻ പെരുന്നാളിന് എത്തിക്കാഫിന്റെ ഡ്രസ്സോട് കൂടി ഈദ്ഗാഹിലേക്ക് പോയിട്ട് പുറത്തൊരു ചുവന്ന കുപ്പായം ഇട്ടു എന്നാണ് ഹദീസിലുള്ളത്. മനസ്സിലായില്ലേ? ഇനി മഗ്രിബിന് വിരമിക്കാൻ കുഴപ്പമില്ല, മഗ്രിബിനും വിരമിക്കാം, അതിനും വിരോധമില്ല. പിന്നെ എത്തിക്കാഫിനെ പറ്റി വ്യക്തമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്നാണ്, ഖുതുബയിൽ നമുക്ക് പറഞ്ഞെന്നാണ്. മഗ്രിബ് ടു സുബഹി, അതേപോലെ സുബഹ് മുതൽ സുബഹി രണ്ടും സ്വീകരിക്കാം. ഒരാൾ സുബഹ് മഗ്രിബിന് ഇത്തിക്കാഫ് അവസാനിപ്പിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല, അനുവദനയാണ്. പൂർണ്ണമാകണമെങ്കിൽ പിറ്റേന്ന് സുബഹി വരെ. ഞാൻ 2 or 3 സമയമാണ്, എനിക്ക് ഒരു നിവൃത്തിയില്ല, ഞാൻ തൽക്കാലം നിർത്താണ്. ആ പറഞ്ഞോളെ, എന്താ തക്ബീറിന്റെ? അത് ഒന്നും വിശദീകരിക്കാനല്ല. തക്ബീറിന്റെ 2 ലഫ്ദ് ഞാൻ ഇവിടെ ഉച്ചരിച്ചു, അതാണ് സുന്നത്ത്. അല്ലാഹു അക്ബർ എന്ന് ഇതൊന്നും ഇല്ലാതെ മാത്രമായിട്ട് ധാരാളം ഉദ്ധരിക്കാം. ഇനി ആരെങ്കിലും 1 or 2 പദങ്ങൾ വ്യത്യാസപ്പെടുത്തി ചൊല്ലുന്നത് തെറ്റല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് തക്ബീർ പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബികളാണെങ്കിൽ 2 തരത്തിൽ ചൊല്ലിയ റിപ്പോർട്ടും ഉണ്ട്, 2 അല്ല 3 ഉണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ തന്നെ എണ്ണം വ്യത്യാസം വന്നല്ലോ. അങ്ങനെയൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഇനി ആരെങ്കിലും തക്ബീറിൽ പദങ്ങളിൽ വ്യത്യാസം വരുത്തുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. എന്നാലും ഇത് അവലംബിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.